Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Mute ചെയ്ത് വെക്കൂ ട്ടോ. Good morning. Good morning. എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? Good morning. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കൂ ട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സില് നമ്മളൊരു പുതിയ ചാപ്റ്റർ തുടങ്ങി അല്ലേ? പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിരുന്നു. ഏതായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. വായിച്ചു നോക്കിയിരുന്നോ നിങ്ങള്? വായിച്ചു നോക്കിയിരുന്നോ? അതെ മാം. വായിച്ചു അല്ലേ? ഒരു മിനിറ്റ്. Small, mid-size, large. Small hospital 30 or less bed ആയിരിക്കും. പിന്നെ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. പിന്നെ ഹൈ ഹെൽത്ത് കെയർ ഒന്നും പ്രശ്നമില്ല. ഇത് മെജോറിറ്റി ഇന്ത്യയിലുള്ള മെജോറിറ്റി ഹോസ്പിറ്റൽസ്. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ് അല്ലേ? ഹോസ്പിറ്റൽസിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം അല്ലെ? അപ്പൊ ഒരു 6 ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്നാമത്തെ ഫാക്ടർ ഏതായിരുന്നു? സൈസ് ആയിരുന്നു അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് സ്മോൾ ഹോസ്പിറ്റല്? ഒരാള് പറഞ്ഞേ. 30 or less ബെഡ്സ് ആയിരിക്കും സ്മോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. മെജോറിറ്റി ഓഫ് ഇന്ത്യൻ ഹോസ്പിറ്റൽസും സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. എസ്പെഷ്യലി അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് ആണ് സ്മോൾ ഹോസ്പിറ്റൽസ് ഉണ്ടാവാറ്. അവിടെ ലബോറട്ടറി, റേഡിയോളജി, ഫാർമസി അങ്ങനെയുള്ള സോഴ്സസ് ഒക്കെ മിക്കവാറും ഔട്ട്സോഴ്സ് ആയിരിക്കും. അവിടെ പിന്നെ എമർജൻസി കെയർ, റേഡിയോളജി, ഇന്റൻസീവ് കെയർ ഒക്കെ വെരി ബേസിക് ലെവലായിരിക്കും. അതെ, വെരി ഗുഡ്. സൈഫുന്നിസ കറക്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. ഇനി ഹസ്ന ഉണ്ടോ? ഹസ്ന ഉണ്ടോ? മിഡ് സൈസ് ഹോസ്പിറ്റൽ ഒന്ന് പറയാമോ? ഹസ്ന ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? അനുശ്രീ ഉണ്ടോ? അനുശ്രീ. അശ്വതി ഉണ്ടോ? അശ്വതി അച്ചൂസ് അല്ലെ? അശ്വതി ഒന്ന് പറഞ്ഞേ, മിഡ് സൈസ് ഹോസ്പിറ്റൽ എന്താണ്? സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാന്ന് പറയാമോ? മാം, ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോ റെക്കോർഡ് ക്ലാസ് കണ്ടില്ലായിരുന്നോ? ഇല്ല മാഡം, കണ്ടില്ലായിരുന്നു. ആണോ? അപ്പൊ ഇന്നലെ മാഡം യൂട്യൂബിലിട്ട ക്ലാസ് ഞാൻ നോക്കുമ്പോഴേക്ക് വൈഫൈ ഉണ്ടായിരുന്നു. അപ്പൊ അത് കറണ്ട് പോയിട്ട് അതും കട്ടായതുകൊണ്ട് ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. യൂട്യൂബിൽ കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്താ വേറൊരാള് പറഞ്ഞേ, മിഡ് സൈസ് ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകത എന്താണ്? അത് സ്മോളിനെ വെച്ച് നോക്കുമ്പോ കുറച്ചും കൂടെ സജ്ജീകരണം ഉണ്ടാവും. പറയൂ, മോള് പറഞ്ഞോളൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണേ. 2 പോയിന്റ്സ് എന്തെങ്കിലും പറയും. 30 to 100 ബെഡ്സ് വരെ മിഡ് സൈസിൽ ഉണ്ടാവും. 30 to 100 ബെഡ്സ് വരെ ഉണ്ടാവും. സ്മോളിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോ കുറച്ചും കൂടെ സജ്ജീകരണം ഉണ്ടാവും. പിന്നെ ലാർജ് ഹോസ്പിറ്റൽസിന്റെ അത്ര എത്തൂല. പിന്നെ ഇന്റൻസീവ് കെയറും എമർജൻസിയും ന്യായമായ തലത്തിൽ തന്നെ കൊടുക്കാൻ കഴിയും. അതെ, വെരി ഗുഡ്, വെരി ഗുഡ് ട്ടോ. അപ്പൊ നമ്മൾ വായിച്ചിരുന്നു. റസിയ ഉണ്ടോ? റസിയ ലാർജ് ഹോസ്പിറ്റൽ ഒന്ന് പറയാമോ മോളെ? ലാർജ് ഹോസ്പിറ്റല് ഒന്ന് പറയാമോ? 100 ബെഡിനേക്കാൾ കൂടുതലുള്ള ഹോസ്പിറ്റലുകളാണ് ലാർജ് ഹോസ്പിറ്റൽ അല്ലെ? പിന്നെ എന്തൊക്കെയാ അതിന്റെ മറ്റു പ്രത്യേകതകൾ? എന്താ സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, മിഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? ഓർമ്മയില്ലേ? മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ് ഉണ്ടാവും. കറക്റ്റ്, വെരി ഗുഡ്. പിന്നെ എന്താണ്? ഒരുപാട് അവരെങ്ങനെ ഔട്ട്സോഴ്സ്
എല്ലാം എന്താണ് അവരുടെ കാര്യങ്ങള്, റിസോഴ്സസ് എങ്ങനെയാണ്? പ്ലെന്റിഫുൾ ആയിരിക്കും. അതെ, കറക്റ്റ് ആണ്. പിന്നെ അവരെന്തെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യോ? ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാ സേവനങ്ങളും ഇവിടെ ഉണ്ടാകും. ഡെവലപ്ഡ് ICU ആയിരിക്കും, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും, എമർജൻസി കെയർ യൂണിറ്റ്സ് ഉണ്ടാവും, പിന്നെ എല്ലാതരം ക്ലിനിക്കൽ സപ്പോർട്ടും ലബോറട്ടറി, റേഡിയോളജി എന്നുള്ള എല്ലാ സൗകര്യങ്ങളും അതിലുണ്ടാവും. ഓക്കെ, വെരി ഗുഡ് റസിയ. അപ്പൊ മ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ മാർട്ടിൻ ഉണ്ടോ ഇവിടെ? മാർട്ടിൻ, കഴിഞ്ഞ ദിവസം മാർട്ടിൻ എന്നോട് ഒരു കാര്യം ചോദിച്ചിരുന്നു, ഇങ്ങനെ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കാൻ എന്തോ പറഞ്ഞല്ലോ, പേയ്മെന്റ് ചെയ്തവർക്ക് ഞാൻ ചോദിച്ചിരുന്നു അത്. അപ്പൊ പേയ്മെന്റ് ചെയ്തവർക്ക് അവര് അയച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അയച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ അത് മാർട്ടിൻ കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ അവരങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്, പേയ്മെന്റ് ചെയ്തവർക്ക് അവർ അയച്ചു തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. ഇവിടെ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒരു ഫാക്ടർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, നിങ്ങൾ എല്ലാവരും വായിച്ചിരുന്നു, എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെയാണ് ആൻസർ ചെയ്തത്. സൈസ് അല്ലെ? സൈസ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? കെട്ടിടത്തിന്റെ വലുപ്പമൊന്നും അല്ല, പിന്നെന്താണ്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ്. മാർട്ടിൻ ഉണ്ട് അല്ലെ? മാർട്ടിൻ, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം മാർട്ടിൻ ചോദിച്ചിരുന്നല്ലോ, പേയ്മെന്റ് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, നോട്ട്സ് എന്തോ അയച്ചു തരുന്നത്. ഞാനത് ചോദിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് അയച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത്. അയച്ചു തുടങ്ങുന്നുള്ളൂ, കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ മാർട്ടിന് കിട്ടും കേട്ടോ. സെയ്ദ് മുനീസ കറക്റ്റ് ആണ് മോളെ, നമ്പർ ഓഫ് ബെഡ് അല്ലെ? അപ്പൊ സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ഇറ്റ് ഓഫേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്? സ്മോൾ ഹോസ്പിറ്റൽ ഉണ്ട്, മിഡ് സൈസ് ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ ലാർജ് ഹോസ്പിറ്റൽസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ് കേൾക്കാത്ത ആരും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് പറയാം, ശ്രദ്ധിക്കാം കേട്ടോ. സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആദ്യം തന്നെ നമ്പർ ഓഫ് ബെഡ്സ് ആണ് നോക്കണ്ടേ. സ്മോൾ ഹോസ്പിറ്റലിൽ ആകെ 30-30ൽ കുറവോ ബെഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. മിഡ് സൈസിലോട്ട് വരുമ്പോൾ നമ്മൾ സ്മോളിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് അവിടെ പറയാ. 30നും 100നും ഇടയിലായിരിക്കും കേട്ടല്ലോ. ലാർജ് ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കും? മോർ ദാൻ 100 ബെഡ്സ് ആയിരിക്കും കേട്ടോ. മനസ്സിലായല്ലോ? പിന്നെ എന്താ പറഞ്ഞത്? സ്മോൾ ഹോസ്പിറ്റലിന്റെ കേസിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉണ്ടാവുള്ളൂ അല്ലെ? വളരെ കുറഞ്ഞ സൗകര്യങ്ങൾ, പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ സ്മോൾ ഹോസ്പിറ്റലിന് ഉണ്ടാവുള്ളൂ. അതേസമയം മിഡ് സൈസ് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? ഒരു റീസണബിൾ ലെവൽ ഓഫ് എന്തുണ്ടായിരിക്കും? മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽസ്. സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിസോഴ്സസ് അവർക്ക് ഉണ്ടായിരിക്കും. ലാർജ് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോഴോ പ്ലെന്റിഫുൾ റിസോഴ്സസ് ആയിരിക്കും. എന്താണ്? ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനോടനുബന്ധിച്ച് നമുക്ക് എന്ത് പറയാം? സ്മോൾ ഹോസ്പിറ്റലിൽ റിസോഴ്സ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹൈ എൻഡ് കെയർ കൊടുക്കാൻ പറ്റുക അല്ലെ? ഹൈ ലെവൽ ഓഫ് ഒരു പരിചരണം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഒരു ബേസിക് ലെവലിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി മിഡ് സൈസിലോട്ട് വരുമ്പോഴോ സ്മോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിസോഴ്സസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു റീസണബിൾ ലെവൽ ഓഫ് കെയർ അവർക്ക് കൊടുക്കാൻ പറ്റും ആണല്ലോ. പിന്നെന്താ? ലാർജ് ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ പ്ലെന്റിഫുൾ റിസോഴ്സസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്തായിരിക്കും? നല്ല ഹൈ എൻഡ് കെയർ, അവർക്ക് നല്ലൊരു പരിചരണം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ പറഞ്ഞു സ്മോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എമർജൻസി, ഇന്റൻസീവ് കെയർ എല്ലാം തന്നെ ബേസിക് ലെവലിലായിരിക്കും. അതേസമയം മിഡിലോട്ട് വരുമ്പോഴെങ്ങനെയാ? അതൊരു റീസണബിൾ ലെവലായിരിക്കും, കുറച്ചും കൂടെ ഉയർന്നതായിരിക്കും. ഇനി അതേസമയം ലാർജ് ഹോസ്പിറ്റലിൽ എങ്ങനെയായിരിക്കും? ലാർജ് ലെവലിലായിരിക്കും അല്ലെ? എന്ന് പറഞ്ഞാൽ എമർജൻസി കെയറിങ്ങും ഇന്റൻസീവ് കെയറിങ്ങും ഒക്കെ നല്ല അഡ്വാൻസ്ഡ് ലെവലിലായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു സ്മോൾ ഹോസ്പിറ്റലിൽ പൊതുവെ എന്താണ്? എല്ലാം തന്നെ ഔട്ട്സോഴ്സ് ചെയ്യാണ് അല്ലെ? ഫാർമസി ആയിക്കോട്ടെ, ലബോറട്ടറി ആയിക്കോട്ടെ, ഔട്ട്സോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പുറത്തേക്ക് എഴുതി കൊടുക്കുക. നൗസിയ കറക്റ്റ് ആണ് കേട്ടോ, കംപ്ലീറ്റ് ലെവൽ. അതെ. അപ്പൊ നോക്കൂ, സ്മോൾ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ അവിടെ എന്താണ്? ഔട്ട്സോഴ്സ് ചെയ്യാണ് അല്ലെ? സർവീസുകളെല്ലാം തന്നെ ഔട്ട്സോഴ്സ് ചെയ്യാണ് ചെയ്യുക. കാരണം എന്താ? അത്തരം സ്മോൾ ഹോസ്പിറ്റലിലാവുമ്പോൾ ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ, എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവിടെ ലഭ്യമല്ലാത്ത സൗകര്യങ്ങൾ അവർ എന്ത് ചെയ്യും? പുറത്തേക്ക് എഴുതി കൊടുക്കും.
അങ്ങനെയാണ്. ശ്രീലക്ഷ്മി കണ്ടു കേട്ടോ, ലിമിറ്റഡ് റിസോഴ്സസ്. ഓക്കെ. പിന്നെന്താണ്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോ അവരെന്ത് ചെയ്യും, ക്ലിനിക്കൽ സേവനങ്ങൾ അല്ലെ, ക്ലിനിക്കൽ സർവീസസ് അവരെന്ത് ചെയ്യും, ഇൻഹൗസ് സർവീസ് ആയിട്ട് കൊടുക്കും. അതായത് ആ സ്ഥാപനത്തിൽ തന്നെ ലഭ്യമാക്കും. അതേസമയം എന്താണ്, മറ്റുള്ള നോൺ ക്ലിനിക്കൽ സർവീസസ് ലൈക്ക് ലോണ്ടറി ആവാം, ഫുഡ് സർവീസ് ആയിരിക്കാം, ഹൗസ് കീപ്പിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ എന്ത് ചെയ്യുള്ളൂ, ഔട്ട്സോഴ്സ് ചെയ്യുള്ളൂ അല്ലെ. ഇനി ലാർജിലോട്ട് വരുമ്പോഴാണെങ്കിലോ ദേ ഡു നോട്ട് ഔട്ട്സോഴ്സ് അല്ലെ. അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒന്നും ഔട്ട്സോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ലഭ്യമായിരിക്കും. ക്ലിയർ ആയല്ലോ? കറക്റ്റ് ആണ് കേട്ടോ, സൈഫുനിസ കറക്റ്റ് ആണ്. അപ്പൊ നോക്കൂ, അപ്പൊ അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. നിങ്ങൾക്ക് അതുവരെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഒരു പോർഷനിലേക്ക് പോകും. സയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ലാർജ് ഹോസ്പിറ്റൽ. ഇനി അടുത്തൊരു ഫാക്ടറിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. എന്താണ് അടുത്ത ഫാക്ടർ? ലെവൽ ഓഫ് കെയർ. എന്താണ് ലെവൽ ഓഫ് കെയർ? അതായത് പരിചരണത്തിന്റെ നില. നമുക്കറിയാം അല്ലെ, ഓരോ ഹോസ്പിറ്റലിലും ഓരോ തരത്തിലുള്ള പരിചരണമാണ് കൊടുക്കുക. അത് ഓരോ ഹോസ്പിറ്റലിലും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ചും അവർക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസിനനുസരിച്ചുമാണ് അവർക്കൊരു പരിചരണം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. എന്താണ് പറയുന്നത്? അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈങ് ഹോസ്പിറ്റൽസ് ഈസ് ലെവൽ ഓഫ് കെയർ വിച്ച് ആർ ബേസിക്കലി 3: പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ. എന്താണ് പറയുന്നത്? അതെ, ലെവൽ ഓഫ് കെയർ അഥവാ പരിചരണത്തിന്റെ നിലയ്ക്കനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റലുകളെ 3ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് പ്രൈമറി കെയർ അല്ലെ, പ്രാഥമിക പരിചരണം എന്ന് പറയും. രണ്ടാമത്തെ എന്താണ്? സെക്കൻഡറി കെയർ അഥവാ ദ്വിതീയ പരിചരണം എന്ന് പറയുന്നു. മൂന്നാമത്തെ എന്താണ്? ടെർഷ്യറി കെയർ അഥവാ തൃതീയ പരിചരണം എന്ന് പറയുന്നു. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും അല്ലെ. എന്താണ് ഫസ്റ്റ് നമുക്ക് നോക്കാം, പ്രൈമറി കെയർ അല്ലെ, പ്രാഥമിക പരിചരണം. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ വരുന്നത് നമുക്കറിയാം അല്ലെ, നമ്മുടെ BHSCകൾ ഉണ്ടാവും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ അല്ലെ. ഓരോ വാർഡിനുമായിട്ട് ഓരോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവും. എല്ലാവരും എന്താ ഒരു പ്രാവശ്യമെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോവാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അതിനോട് ആതിര കറക്റ്റ് ആണ്. ഹെൽത്ത് സെന്റർ കേട്ടോ, ഹെൽത്ത് സെന്ററിൽ പോയിട്ടുണ്ടാവും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെ. അപ്പൊ അവിടെ പോവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, ഒരു പ്രാവശ്യം പോയവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലോർത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് വായിക്കാം. പ്രൈമറി കെയർ, ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ. എന്താണ് പറയുന്നത്? ബേസിക് മെഡിക്കൽ കെയർ സച്ച് ആസ് എന്തൊക്കെയാണ്? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ് ഓർ സീസണൽ ഇൻഫെക്ഷൻ. ഇതാണ് പറയുന്നത്. അതായത് ബേസിക് മെഡിക്കൽ കെയർ കൊടുക്കുന്ന, അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് എന്ത് പറയാം? പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയാം. എക്സാമ്പിൾ എന്തൊക്കെ സേവനങ്ങളാണ് അവർ കൊടുക്കുക? ബേസിക് ആയിട്ടുള്ള കെയർ എന്തൊക്കെയാണ്? സച്ച് ആസ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ അല്ലെ, OP, പുറത്തുനിന്ന് രോഗികൾ വരുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്ന് മേടിച്ചു പോകുന്നു അല്ലെ, OP കൺസൾട്ടേഷൻ. അതുപോലെ തന്നെ വാക്സിനേഷൻ, നമുക്കറിയാം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും അല്ലെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വാക്സിൻ എടുക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ ഹെൽത്ത് വർക്കറെ നമ്മളെ വിളിക്കും. അതല്ലാതെ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയി കഴിഞ്ഞാൽ സൗജന്യമായിട്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഒരു 15 വയസ്സ് വരെയുള്ള വാക്സിനൊക്കെ അവിടെ സൗജന്യമായിട്ട് നമുക്ക് ലഭ്യമാണ്. അപ്പൊ അതൊക്കെ ബേസിക് മെഡിക്കൽ കെയർ ആണ് അല്ലെ. ഗവൺമെന്റ് നമുക്ക് തരുന്ന ബേസിക് മെഡിക്കൽ കെയർ ത്രൂ എന്തിലൂടെ? ഈ പറഞ്ഞ പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സിലൂടെ. അപ്പൊ നമുക്ക് അതെ പോളിയോ, പിന്നെ എന്താ പറയാ, വൈറ്റമിൻ എ ഒക്കെ കൊടുക്കൂലേ കുഞ്ഞുങ്ങൾക്ക്, വൈറ്റമിൻ എ ഒരു കൊടുക്കില്ല, ഓറലി കൊടുക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഹെൽത്ത് സെന്ററുകളിൽ അവൈലബിൾ ആണ്. അതെ, ഓക്കെ. അപ്പൊ വാക്സിനേഷൻ, പിന്നെന്താ പറയുന്നത്? മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ്. അതൊരു പുതിയ വാക്കാണ് കേട്ടോ. എയിൽമെന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അസുഖം എന്നാണ് കേട്ടോ അർത്ഥം. എയിൽമെന്റ് കേട്ടോ, രോഗം. അതെ കറക്റ്റ് ആണ് ആരിഫ, രോഗം കേട്ടോ, പുതിയൊരു വാക്കാണേ. അപ്പൊ സിമ്പിൾ എയിൽമെന്റ് അതായത് സാധാരണ വരുന്ന വലിയ സങ്കീർണമൊന്നും അല്ലാത്ത രോഗങ്ങൾക്ക് മെഡിസിൻ കൊടുക്കുന്നു. അതുപോലെ സീസണൽ ഇൻഫെക്ഷൻ, എന്താ പനി അല്ലെ, നമുക്ക് പനി വരും, ചുമ വരും, അങ്ങനെയൊക്കെയുള്ള സാധാരണ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മെഡിസിൻസ് കിട്ടും അല്ലെ. വലിയ ചെലവുകളൊന്നുമില്ല, സാധാരണക്കാർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് പോകാം അവിടെ നിന്ന്. വെച്ചാൽ വലിയ കെയറിംഗ് ഒന്നും കിട്ടില്ല, എന്നാൽ അത്യാവശ്യം വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും.
പിന്നെ നോക്കൂ, നോർമൽ ഡെലിവറീസ്. നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ സുഖപ്രസവമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇന്നത്തെ കാലത്തൊക്കെ നോർമൽ ഡെലിവറി ഒക്കെ അങ്ങനെ ഹെൽത്ത് സെന്ററിൽ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെയല്ല. പണ്ടൊരു നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ, സുഖപ്രസവമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളും ഇവിടെ ഇപ്പോഴത്തെ കാര്യമല്ല, ഇപ്പോ ഡെലിവറി ഒക്കെ വരുമ്പോൾ നല്ല ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് എങ്ങനെയായാലും നമ്മൾ പോകുന്നത്. പക്ഷെ എന്നാൽ പോലും നോർമൽ ഡെലിവറീസിലും അവിടെ നടക്കാം. അത്തരത്തിലുള്ള ബേസിക് മെഡിക്കൽ കെയറിനൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ സച്ച് ആസ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, vaccination, medicine for simple ailment or seasonal infection, normal deliveries, etc. are called primary care hospitals. Clear ആണ് വിചാരിക്കുന്നത്. ഇനി നോക്കൂ, ഇൻ ഗവൺമെന്റ് സിസ്റ്റം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് നമ്മളിപ്പോ പറഞ്ഞിരുന്നു അല്ലെ, PHC. PHCയുടെ ഫുൾ ഫോം ആണ് പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് പ്രൈമറി കെയർ അല്ലെ, പ്രൈമറി കെയർ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലിന് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? നമ്മുടെ PHC പറഞ്ഞാൽ മതി. നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ PHC അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. എന്താണ് പറയുന്നത്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ അല്ലെ, പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു ഹൈ എൻഡ് കെയർ ഒന്നും അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ അവർക്ക് നൽകാനും സാധിക്കും. അപ്പൊ അത്തരം ഹോസ്പിറ്റലുകളെ നമുക്ക് എന്ത് പറയാം? പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയാം. എക്സാമ്പിൾ എന്താണ്? PHC ട്ടോ, പ്രൈമറി ഹെൽത്ത് സെന്റർ. ഇനി നിങ്ങൾ വായിച്ചു നോക്കിയാൽ ക്ലിയർ ആവും ട്ടോ. രണ്ടാമത്തെ എന്താ പറയുന്നത്? സെക്കൻഡറി കെയർ. എന്താണത്? ദ്വിതീയ പരിചരണം അല്ലെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു ഫാക്ടർ ഡിസ്കസ് ചെയ്തപ്പോ നമ്മൾ സൈസിനെ വെച്ച് പറഞ്ഞു അല്ലെ, സ്മോള്, മിഡ്, ലാർജ് എന്നൊക്കെ പറയുമ്പോ മിഡ് വന്നപ്പോ നമ്മള് അതെ ഹസ്ന കറക്റ്റ് ആണ്, PHC ആണ് കേട്ടോ, പ്രൈമറി കെയറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോ മിഡ് വന്നപ്പോ മിഡ് സൈസിൽ വന്നപ്പോ നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്താ പറഞ്ഞു അല്ലെ, സ്മോൾ ഹോസ്പിറ്റലിനെയും അതോടൊപ്പം ലാർജ് ഹോസ്പിറ്റലിന്റെ ഇടയിലാണ് വരുന്നത്. അത് നമ്മൾ കമ്പയർ ചെയ്താ പറഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ സെക്കൻഡറി കെയറിനെ നമ്മൾ പ്രൈമറി കെയറായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എന്താണ് സുഷ? പ്രൈമറി കെയർ ഒന്നുകൂടി പറഞ്ഞു തരുമോ? എയിൽമെന്റ് മീനിങ് രോഗം ട്ടോ. മുഹസിന, എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ രോഗം എന്നർത്ഥം. മോളെ, പ്രൈമറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പ്രൈമറി കെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ കേട്ടോ. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇല്ലേ, അതൊന്ന് ആലോചിച്ചാൽ മതി. അത് തന്നെയാണ് പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എന്തൊക്കെ സർവീസ് കൊടുക്കുന്നു? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ഉണ്ടാവും, വാക്സിനേഷൻ കൊടുക്കും, അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ, വലിയ അസുഖങ്ങളല്ല. അപ്പൊ നമുക്ക് സീസണൽ ഇൻഫെക്ഷൻ, ഇപ്പൊ പനി, ചുമ, അതൊക്കെ വരുമ്പോൾ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയാൽ മതി കേട്ടല്ലോ. അപ്പൊ അതാണ്, അത്രേ ഉള്ളൂ കേട്ടോ. അത് കൂടുതലൊന്നും പറയുന്നില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് അവർക്ക് ഉണ്ടാവുള്ളൂ, എന്ന് വെച്ചാൽ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളേ ഉണ്ടാവുള്ളൂ. സുഷിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് സെക്കൻഡറി കെയർ ആണ്. നമുക്ക് വായിച്ചു നോക്കാം. These are hospitals that offer medical care which is one level higher than primary care. കമ്പയർ ചെയ്താ പറയുന്നത് അല്ലെ. എന്താണ്? പ്രൈമറി കെയറിനേക്കാൾ ഒരു പടി മുന്നിൽ കെയറിന് തരുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ അഥവാ ദ്വിതീയ പരിചരണം നൽകുന്ന ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് കേട്ടോ. നോക്കൂ, എന്തൊക്കെയാണ് അവിടെ തരുന്ന സേവനങ്ങൾ നോക്കിയേ. സച്ച് ഹോസ്പിറ്റൽസ് വിൽ ഓഫർ ട്രീറ്റ്മെന്റ് such as general surgery, non-complex specialty surgeries, basic intensive care, clinical procedure, cesarean delivery, etc. എന്തൊക്കെയാ പറയുന്നത്? അത്തരം ഹോസ്പിറ്റലുകള് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്? ജനറൽ സർജറി എന്ന് പറഞ്ഞ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തപ്പോ ഈ അപ്പൻഡിക്സ് ഒക്കെ വരുമ്പോ ചെയ്യുന്ന സർജറി ഇല്ലേ, അപ്പൻഡിക്സ് ഒക്കെ വരുന്നത് വയറിന്റെ വലത് സൈഡിലൊക്കെ പെയിൻ വരുമ്പോ ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാറുണ്ട് അപ്പൻഡിക്സിന്റെ പ്രശ്നം വരുമ്പോൾ, അതൊക്കെ ജനറൽ സർജറിയിൽ വരുന്നതാണ്. എന്ന് പറഞ്ഞ ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നും ഉള്ള സർജറികളല്ല അത്തരം സർജറികൾ. അതുപോലെ തന്നെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ്, ഇതുപോലെ തന്നെ അതിസങ്കീർണമല്ലാത്ത സ്പെഷ്യാലിറ്റി സർജറീസ്, ലൈക്ക് ഇപ്പം എന്താ പറയാ, ഡെന്റൽ റിസ്റ്റോറേഷൻ, പല്ല് സംബന്ധമായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ കാറ്ററാക്ട് സർജറി, തിമിര ശസ്ത്രക്രിയ, അതൊന്നും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളതൊന്നുമല്ല. അപ്പൊ അത്തരത്തിലുള്ള നോൺ കോംപ്ലക്സ് ആയിട്ടുള്ള ലാപ്രോസ്കോപ്പി ഒക്കെ ഇല്ലേ, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, അതൊക്കെ വലിയ കോംപ്ലിക്കേഷൻ ഉള്ള സർജറീസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ്
പിന്നെന്താ പറയുന്നത്? ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയർ. ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയർ അല്ലെ? ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ എന്ന് പറഞ്ഞപ്പോ പേഷ്യന്റിന്റെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാം, അതുപോലെ അവരുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, അവരുടെ ബ്ലഡിലുള്ളപ്പോ ഓക്സിജൻ കണ്ടന്റ് അല്ലെ, ഓക്സിജൻ ലെവൽ നോക്കുക, റെസ്പിറേറ്ററി ലെവല് അങ്ങനെയുള്ള മെഷർ ചെയ്യുക, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയറും. പിന്നെ എന്താ പറയുന്നത്? സിസേറിയൻ ഡെലിവറി അല്ലെ, സി സെക്ഷൻസ് ഒക്കെ ഇത്തരം ഹോസ്പിറ്റലുകൾ നമ്മൾ ഓഫർ ചെയ്യുന്ന സേവനങ്ങളാണ്. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ സെക്കൻഡറി കെയർ കേട്ടോ, ദ്വിതീയ പരിചരണം. അതേസമയം നമ്മൾ പ്രൈമറിയിൽ എങ്ങനെയായിരുന്നു? ബേസിക് മെഡിക്കൽ കെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ പ്രൈമറിനേക്കാളും ഒരുപടി മുന്നിലുള്ള സേവനങ്ങൾ തരും. അത്തരത്തിലുള്ള സേവനങ്ങളാണ് ഈ പറഞ്ഞ ജനറൽ സർജറി, അതുപോലെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറികൾ, പിന്നെ ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ്, അതുപോലെ സിസേറിയൻ ഡെലിവറി. ക്ലിയർ ആയല്ലോ? ഇൻ ഗവൺമെന്റ് സിസ്റ്റം, നമ്മൾ നേരത്തെ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് എക്സാമ്പിൾ നോക്കി കണ്ടത് അല്ലെ? ഇവിടെ നമുക്ക് നോക്കാം. ഇൻ ഗവൺമെന്റ് സിസ്റ്റം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, CHC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? കമ്മ്യൂണിറ്റി, അതെ ദീപ കറക്റ്റ് ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതല്ലേ. പിന്നെന്താണ്? ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആർ കൺസിഡേർഡ് ആസ് എ സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റൽസ് അല്ലെ? നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് നോക്കി കാണുന്നത്. അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അല്ലെ? അതായത് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ അണ്ടറിൽ ഏകദേശം ഒരു 5 പ്രൈമറി ഹെൽത്ത് സെന്റർ വരും കേട്ടോ. ഒരു 5 പ്രൈമറി ഹെൽത്ത് സെന്റർ കൂടുമ്പോഴാണ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആകുന്നത്. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്. പിന്നെന്താ പറയുന്നത്? ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ജില്ലാ ആശുപത്രികൾ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, അതുപോലെ ഡിവിഷണൽ എന്ന് പറഞ്ഞാൽ സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ CHCയുടെ മോഡിലും ഡിസ്ട്രിക്റ്റിന്റെ താഴെയായിട്ട് വരുന്ന ഹോസ്പിറ്റലുകൾ. മനസ്സിലായോ? CHCയുടെ മോളിലും വരും, എന്നാൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ താഴെ വരുന്ന താലൂക്ക് എന്ന് പറയാൻ പറ്റില്ല, താലൂക്കാണ് അല്ല സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. താലൂക്ക് ഹോസ്പിറ്റല് ബ്ലോക്ക് ലെവലിൽ വരുമോ? ബ്ലോക്ക് ലെവലിൽ വരുന്നതാണെങ്കിൽ അത് പെടും, ഡിവിഷണൽ ഹോസ്പിറ്റൽസ് പെടും കേട്ടോ. ഒരു ബ്ലോക്ക് ലെവലില് പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുമ്പോൾ വാർഡ് ലെവലിലല്ലേ നിൽക്കുന്നത്. CHC ഡിവിഷണൽ ഡിസ്ട്രിക്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്ലോക്ക് ലെവൽ, ആ ഒരു ലെവലിലേക്ക് ഉയർന്ന ഹോസ്പിറ്റൽസുകളാണ്. അപ്പൊ അതിനെ സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് എന്നും പറയും കേട്ടോ. അപ്പൊ ആർ കൺസിഡേർഡ് ആസ് എ സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റൽ. എക്സാമ്പിൾ ഓർത്ത് വെക്കണം കേട്ടോ. പ്രൈമറി കെയറിന്റെ എക്സാമ്പിൾ PHC, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. സെക്കൻഡറി കെയറിന്റെ എക്സാമ്പിൾ CHC, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ ഡിവിഷണൽ ഹോസ്പിറ്റൽ. മറ്റൊരു പേര് പറയും സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നു കേട്ടോ. പിന്നെന്താണ്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സ്ഡ് ദാൻ പ്രൈമറി ഹോസ്പിറ്റൽസ് ആൻഡ് ക്യാൻ ഹാൻഡിൽ എ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസ്. ശരിയല്ലേ? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്തായിരിക്കും? കുറച്ചും കൂടെ റിസോഴ്സ്ഡ് ആയിരിക്കും അല്ലെ? പ്രൈമറി കെയർ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിസോഴ്സസ് അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എമർജൻസി കേസസിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെന്താ പറയുന്നത്? മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡിസ്ക്രൈബ്ഡ് ഇൻ ഏർലിയർ സെക്ഷൻ ജനറലി ഓഫർ സെക്കൻഡറി കെയർ. നമ്മൾ സൈസ് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? സ്മോൾ ഹോസ്പിറ്റൽ പറഞ്ഞു, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഒക്കെ പറഞ്ഞില്ലേ? അപ്പൊ ആ ഒരു സെക്ഷൻ, അതാണ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഏർലിയർ സെക്ഷൻ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കണ്ട മോസ്റ്റ് ഓഫ് ദി സ്മോൾ സൈസ് ഹോസ്പിറ്റലും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ഒക്കെ എങ്ങനെയുള്ള കെയറിംഗ് ആണ് കൊടുക്കുന്നത്? സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണ്. ക്ലിയർ ആയല്ലോ? മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഏർലിയർ സെക്ഷൻ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അതൊക്കെ എന്താണ് ഓഫർ ചെയ്യുന്നത്? ജനറലി ഓഫർഡ് സെക്കൻഡറി കെയർ. ക്ലിയർ ആയല്ലോ? അപ്പോ ഇത്രയേ ഉള്ളൂ. നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ അത് നിങ്ങൾ കൂടെ വായിക്കണം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. These are the hospitals that offer medical care which is one level higher than primary care. Such hospitals will offer the treatment such as general surgery, non-complex specialty surgeries, basic intensive care clinical procedure and cesarean delivery, etc. In government system, community health center, that means CHC, and divisional and district hospitals are considered as a secondary care level hospitals. Secondary care hospitals are better resourced than primary hospitals and can handle a large number of emergency cases. Most of the small and mid-sized private hospitals described in earlier section generally offer the secondary care. Clear ആയല്ലോ?
ഇനി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. എക്സാമ്പിൾ ഓർത്ത് വെക്കണം കേട്ടോ. പ്രൈമറി കെയറിന് എക്സാമ്പിൾ ആണ് PHC അഥവാ പ്രാഥമികാരോഗ്യ കേന്ദ്രം. സെക്കൻഡറിയിലോട്ട് വരുമ്പോൾ CHC, അതുപോലെ തന്നെ ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തെ നമുക്ക് നോക്കിയാലോ. ടെർഷ്യറി കെയർ അല്ലെ, തൃതീയ പരിചരണം നൽകുന്ന ഹോസ്പിറ്റലുകൾ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് പറയുന്നത്? ദീസ് ആർ ദ ഹോസ്പിറ്റൽസ് വിത്ത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ അല്ലെ, ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ തരുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് എന്ത് പറയാം? ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയാം. Generally, they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. നമുക്ക് എല്ലാം ആലോചിച്ചാൽ അറിയാം അല്ലെ, തൃതീയ കെയർ ആണ്. തൃതീയ പരിചരണം കൊടുക്കാന്ന് വെച്ചാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ആണ്. അത്തരം ഹോസ്പിറ്റൽ എന്തായിരിക്കും? ഹൈലി എക്യുപ്ഡ് ആയിരിക്കും അല്ലെ, ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിരിക്കും. നമ്മുടെ ലാർജ് ഹോസ്പിറ്റൽസ് പറഞ്ഞ പോലെ പ്ലെന്റിഫുൾ റിസോഴ്സസ് ആയിരിക്കും അതൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയൊക്കെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ഒക്കെ കൊടുക്കും അല്ലെ, പ്രത്യേക പരിചരണം തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും. ഏതൊക്കെ ഫീൽഡ് എക്സാമ്പിൾ പറയുന്നത്? കാർഡിയാക്ക്, ന്യൂറോ അല്ലെ, നാഡി സംബന്ധമായിട്ടുള്ള ന്യൂറോ, നെഫ്രോ അല്ലെ, കിഡ്നി സംബന്ധമായിട്ടുള്ളത്, ക്യാൻസർ, അങ്ങനെയുള്ള കെയറിനൊക്കെ അവർക്ക് സ്പെഷ്യലൈസ്ഡ് കെയർ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. കാരണം എന്താ? അത്രയും പ്ലെന്റിഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് അവരുടെ കയ്യിലുണ്ട്. ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ് വിൽ ഹാവ് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് ആൻഡ് ഡോക്ടേഴ്സ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ്. നമുക്കറിയാലോ, ഈ ഇത്തരം ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കും? ഹൈലി അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളതും എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനവും നമുക്ക് അവിടെ കിട്ടും. പിന്നെ എന്താ പറയുന്നത്? The operation theaters and ICU of such hospitals will typically be state of art. എന്താ സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞ പ്രയോഗം എന്താണെന്ന് അറിയാമോ? സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യയോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ സേവനങ്ങൾ കൊടുക്കില്ലേ, അതിനെയാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണേ. The operation theaters and ICU of such hospitals will typically be state of art. അതായത് ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആയിക്കോട്ടെ, ഇവയെല്ലാം തന്നെ എന്താണ്? ഒരു അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യകളോട് കൂടിയിട്ടുള്ളവയായിരിക്കും. എന്ന് പറഞ്ഞാൽ അത്രയും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും അതിനനുസരിച്ചുള്ള സേവനങ്ങളും നമുക്ക് ലഭിക്കും അല്ലെ. അതാണ് പറയുന്നത്. ഇനി എന്താണ് എക്സാമ്പിൾ? എന്താ പറയുന്നത്? ദ മെഡിക്കൽ ഇൻ ഗവൺമെന്റ് സിസ്റ്റം. നമ്മൾ നേരത്തെ ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഈ എക്സാമ്പിൾ ഒക്കെ നോക്കിക്കണ്ടത്. ഇവിടെ എക്സാമ്പിൾ എന്താ പറയുന്നത്? മെഡിക്കൽ കോളേജ്. അതെ റോസിൻ, കറക്റ്റ് ആണ് കേട്ടോ. ഗവൺമെന്റ് സിസ്റ്റം, ദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആർ ടെർഷ്യറി കെയർ ലെവൽ ഹോസ്പിറ്റൽ. മെഡിക്കൽ കോളേജ് ആണ് അതിന് എക്സാമ്പിൾ. അറിയാലോ, മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളും അവിടെ നമുക്ക് ലഭ്യമാണ്. അതുപോലെ സാധാരണക്കാർക്ക് വലിയ എക്സ്പെൻസ് ഇല്ലാണ്ട് സാധാരണക്കാർക്കൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മെഡിക്കൽ കോളേജ് ആണ് അല്ലെ, ഒരുപാട് ഡോക്ടേഴ്സ് ആവാൻ പഠിക്കുന്ന ആൾക്കാരും നഴ്സ് ആവാൻ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയാ, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് എന്ത്? മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒക്കെ അല്ലെ, കാരണം അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും മെറിറ്റിൽ പാസ്സായിട്ട് കയറുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും. അവരൊക്കെ വളരെ എന്താ പറയാ, വളരെ കഴിവുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. മെറിറ്റിലൊക്കെ പഠിച്ചു കയറിയിട്ടാണ് ഇങ്ങനെയുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ അവർ കയറുന്നത്. അവരെന്നൊക്കെ പറഞ്ഞാൽ അത്രയും നല്ല എന്താ പറയാ കഴിവുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അത്തരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, അപ്പൊ മനസ്സിലാവേ. These are the hospitals with the most advanced level of care. Generally, they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. Tertiary care hospitals will have the most advanced equipment and doctors' level of qualification and expertise. The operation theaters and ICU of such hospitals will typically be state of art, and in government system, the medical college hospitals are tertiary care level. Clear ആയല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ ലെവൽ ഓഫ് കെയർ അഥവാ പരിചരണത്തിന്റെ നിലയ്ക്കനുസരിച്ച് നമ്മൾ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? 3 ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണത്? പ്രൈമറി കെയർ ഉണ്ട്, സെക്കൻഡറി കെയർ ഉണ്ട്, ടെർഷ്യറി കെയർ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളതല്ലേ ഉള്ളൂ. അതെ ശരി, 3 ക്ലാസിഫൈ ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോയാലോ.
എക്യുപ്മെന്റ് മീനിങ് പറയുമെന്നോ? എക്യുപ്മെന്റ്സ് എന്ന് വെച്ചാൽ ഉപകരണങ്ങളാണ് മോളെ. അവിടുത്തെ ഇൻസ്ട്രുമെന്റ്സ്, അവിടുത്തെ എന്താ പറയുക സാധന സാമഗ്രികളൊക്കെയാണ് എക്യുപ്മെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഉപകരണങ്ങളൊക്കെയാണ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. രേഷ്മ കറക്റ്റ് ആണ് കേട്ടോ. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പോർഷനിലേക്ക് നോക്കാം. അടുത്ത പോയിന്റിലേക്ക് പോവാം നമുക്ക്. പോവാം. അടുത്ത എന്താണ്? ക്ലിനിക്. എന്താണ് ചിത്ലാല്? സ്റ്റേറ്റ് ഓഫ് ആർട്ട്. സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാലേ അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടി ഉപയോഗിക്കുന്നതാണ്. അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? മെഡിക്കൽ കോളേജിൽ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും എക്യുപ്ഡ് ആയിട്ടുള്ള ഹൈലി എക്യുപ്ഡ് ആയിരിക്കും അല്ലെ, ഒരുപാട് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് അതിനനുസരിച്ച് കിട്ടും. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തതാണ് എന്ത്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് കേട്ടോ. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്താണ് പറയുന്നത്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തുടക്കമേ പറഞ്ഞിരുന്നു. അതായത് ഓരോ ഹോസ്പിറ്റലുകാരും അവര് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യൽ കെയർ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പോ ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? മീൻസ് കാർഡിയക് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹൃദയ സംബന്ധമായ കാര്യങ്ങൾക്കായിരിക്കും അവർ സ്പെഷ്യൽ കെയർ കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ അത്തരത്തില് ഓരോ ഹോസ്പിറ്റലും അവർ ഓഫർ ചെയ്യുന്ന അതിൽ സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ചില വിഭാഗങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. നമുക്കൊന്ന് വായിക്കാം കേട്ടോ. ഹോസ്പിറ്റൽസ് ക്യാൻ ആൾസോ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ദേ ഓഫർ. ഫോർ എക്സാമ്പിൾ എന്താണ്? ഹോസ്പിറ്റൽസ് വിച്ച് ഓഫർ കാർഡിയാക് കെയർ ആർ ക്ലാസിഫൈഡ് ആസ് എ കാർഡിയാക് ഹോസ്പിറ്റൽസ് വിച്ച് പ്രൊവൈഡ്. ഒരു മിനിറ്റ്. ഭയങ്കര ചൂട് വന്നതുകൊണ്ട് ഞാൻ ഫാൻ ഒന്ന് ഓൺ ചെയ്തതാണേ. അത് നോക്കിയേ. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ഒന്നുകൂടെ വായിക്കാം കേട്ടോ. ഹോസ്പിറ്റൽസ് ക്യാൻ ആൾസോ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ദേ ഓഫർ. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽസ് വിച്ച് ഓഫർ കാർഡിയാക് കെയർ ആർ ക്ലാസിഫൈഡ് ആസ് എ കാർഡിയാക് ഹോസ്പിറ്റൽസ് വിച്ച് പ്രൊവൈഡ് ക്യാൻസർ കെയർ ആർ ക്ലാസിഫൈഡ് ആസ് എ ഓങ്കോ ഹോസ്പിറ്റൽ. എന്താണ് പറയുന്നത്? ഇപ്പൊ എക്സാമ്പിൾ പറയാം അല്ലെ. കാർഡിയാക് കെയർ ഹോസ്പിറ്റൽ, പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ്? കാർഡിയാക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അവരൊരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത്. അപ്പൊ അത്തരം ഹോസ്പിറ്റലിന് നമ്മൾ എന്ത് പറയും? കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറയും. അവരുടെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്താണ്? കാർഡിയാക് കെയർ ആണ്. മനസ്സിലായോ? അതുപോലെ വിച്ച് പ്രൊവൈഡ് ക്യാൻസർ കെയർ, ക്യാൻസർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവരൊരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്നതെങ്കിൽ അത്തരം ഹോസ്പിറ്റലുകളെ നമുക്ക് എന്ത് പറയാം? ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് പറയാം. അതെ, ഓങ്കോളജി അല്ലെ. ഓങ്കോളജിസ്റ്റ്. A hospital can offer one or more speciality, namely single speciality or multi speciality hospital. അപ്പൊ വീണ്ടും ക്ലാസിഫൈ ചെയ്തത് കണ്ടോ? അപ്പൊ ഇത്തരത്തില് ഓരോ ഹോസ്പിറ്റലും അവര് ഓഫർ ചെയ്യുന്ന ആ ഒരു സ്പെഷ്യൽ കെയറിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ സ്പീഡ് കുറയ്ക്കാം കേട്ടോ. അതായത് ഓരോ ഹോസ്പിറ്റലുകളും അവര് ഓഫർ ചെയ്യുന്ന കെയറിനനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അതുപോലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഒക്കെ നമ്മൾ നിരവധി കേട്ടിട്ടുള്ളതാണ് അല്ലെ. സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയപ്പോ എന്താ പറയാ? കണ്ണാശുപത്രി, ഒരു ഐ ഹോസ്പിറ്റൽ. ഐ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വിദഗ്ധരായിട്ടുള്ള നിരവധി ഡോക്ടേഴ്സും അവിടെ ഉണ്ടായിരിക്കും. വാസന കെയർ ഒക്കെ പോലെയുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ കണ്ണാശുപത്രി, അതൊക്കെ സിംഗിൾ സ്പെഷ്യാലിറ്റിക്ക് എക്സാമ്പിൾ ആണ് അല്ലെ. അത് തന്നെ. ഡെന്റൽ ഹോസ്പിറ്റൽ, അതെ ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഡെന്റൽ ഹോസ്പിറ്റൽ ആയാലും അങ്ങനെ തന്നെയാണ്. പിന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എപ്പോഴും അല്ലെ, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. രാജഗിരി ഹോസ്പിറ്റൽ, മിംസ്, ആസ്ട്രോ മെഡിസിറ്റി, അതൊക്കെ എന്താണ്? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നിരവധി ഡിപ്പാർട്ട്മെന്റ്സ്, മൾട്ടി എന്ന് പറയുമ്പോൾ അറിയാലോ
മോർ ദാൻ 1, 2 ആണ്, മോർ ദാൻ 1. അപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പെഷ്യാലിറ്റികൾ അവിടെ ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ ഇത്തരം രാജഗിരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാലോ, കാർഡിയക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പൾമണോളജി, അതുപോലെ ഗൈനക്കോളജി, പീഡിയാട്രിക്, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള നിരവധി ഡോക്ടേഴ്സും അവിടെ ഉണ്ടായിരിക്കും. പിന്നെ അപ്പൊ മെയിൻ ആയിട്ട് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നാണ് തരംതിരിക്കുന്നത്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് കേട്ടിട്ടുണ്ടാവും. സൂപ്പർ സ്പെഷ്യാലിറ്റി, ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സൂപ്പർ സ്പെഷ്യാലിറ്റി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, RCC, റീജിയണൽ ക്യാൻസർ സെന്റർ. അതായത് ഒരു പ്രത്യേക കാര്യത്തിനാണ് അവർ കെയർ കൊടുക്കുന്നത്, സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ് അല്ലെ. അപ്പൊ ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിനാണ് അവിടെ ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത്. അതിന് സബായിട്ട് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരുന്നു. സബായിട്ടൊരു പ്രത്യേക മെഡിക്കൽ ആസ്പെക്ടിന് കെയർ കൊടുക്കുന്ന ഒരു മെയിൻ ഹോസ്പിറ്റലാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതിൽ തന്നെ സബായിട്ട് പല ടൈപ്പ് ക്യാൻസർ ഇല്ലേ, ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, ലുക്കീമിയ ഉണ്ട്, ലിവർ ക്യാൻസർ ഉണ്ട്, അങ്ങനെ സബായിട്ട് പല ഡിപ്പാർട്ട്മെന്റ്സും, ക്യാൻസർ സംബന്ധമായിട്ട് സബായിട്ട് പല ഡിപ്പാർട്ട്മെന്റ്സും. ലിവർ ക്യാൻസർ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ ബ്രസ്റ്റ് ക്യാൻസർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയുടെ കീഴിൽ തന്നെ സബായിട്ട് പല ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ടാവാം. അതിനെയാണ് നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. RCC ഒരു നല്ല എക്സാമ്പിൾ ആണ്. അതുപോലെ ക്രാഫ്റ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ക്രാഫ്റ്റ് ഈ വന്ധ്യതാ ചികിത്സയ്ക്കൊക്കെ ഉള്ള ഹോസ്പിറ്റല് അവിടെ ഉണ്ടാവും. ചിലത് മെഡിസിൻ കൊണ്ട് തീർക്കാവുന്ന ഇഷ്യൂസ് ആണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സബായിട്ട് അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. IVF ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. കേട്ടല്ലോ, ജസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി പറഞ്ഞു പോയിന്ന് മാത്രം കേട്ടോ. അപ്പൊ സിംഗിൾ സ്പെഷ്യാലിറ്റി ഓർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇനി എന്താ പറയുന്നത്, ആൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫേഴ്സ്, ദ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ ഈസ് ഡിറ്റർമിൻഡ്. എന്താണ് അവിടെ പറയുന്നത്, ഇത്തരത്തില് ഓരോ ഹോസ്പിറ്റൽസും നൽകുന്ന സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ചാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഓർഗനൈസേഷനും അതുപോലെ തന്നെ അവരുടെ റിസോഴ്സസും നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായോ? അതായത് ഓരോ ഹോസ്പിറ്റലും എന്ത് കെയർ ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് അവരുടെ റിസോഴ്സസ് മാറും, അവരുടെ ഓർഗനൈസേഷൻ മാറും. മനസ്സിലായോ? എക്സാമ്പിൾ പറയുന്നത് നോക്കിയേ. ഫോർ എക്സാമ്പിൾ, എ കാർഡിയാക് ഹോസ്പിറ്റൽ വിൽ നീഡ് കാത്ത് ലാബ് ആൻഡ് എ കാർഡിയാക് ICU. എന്താണ് പറയുന്നത്, ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന, അതിന് അത്തരം കെയർ കൊടുക്കുന്ന കാർഡിയാക് ഹോസ്പിറ്റൽ അവിടെ നിർബന്ധമായിട്ട് എങ്ങനെയുള്ള റിസോഴ്സസ് ഉണ്ടായിരിക്കണം, കാത്ത് ലാബ് ഉണ്ടായിരിക്കും. കാത്തറ്ററൈസേഷൻ ലാബ് എന്ന് പറയും. അതായത് ഈ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, അതുപോലെ തന്നെ എന്താണ് പേസ് മേക്കർ ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സൗകര്യം, അതാണ് കാത്ത് ലാബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരം കാത്ത് ലാബ് ഉണ്ടാവണ്ടേ ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ, അതുപോലെ ഒരു കാർഡിയാക് ICU ഉണ്ടാവണം. അവരുടെ റിസോഴ്സ് അതിനനുസരിച്ച് വേണം. മനസ്സിലായോ? ഇനി വൈൽ ആൻഡ് ഓങ്കോ ഹോസ്പിറ്റൽ, ഓങ്കോ എന്ന് പറയുന്നത് ക്യാൻസർ സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റൽ, സോ വിൽ റിക്വയർ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ്. അവർക്ക് അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ എന്ത് റിസോഴ്സ് ഉണ്ടാവണം, റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് ഉണ്ടായിരിക്കണം. കാരണം ക്യാൻസറിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫർ, ദ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ ഡിറ്റർമിൻഡ്. അല്ലെ, അവർ കൊടുക്കുന്ന ആ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ചാണ് അവിടുത്തെ ആ ഒരു റിസോഴ്സസും അതുപോലെ അവരുടെ ഓർഗനൈസേഷനും നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒന്നുകൂടെ നമുക്ക് ഒന്ന് ജസ്റ്റ് വായിക്കാം. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി. Hospitals can also be classified on the basis of clinical speciality they offer. For example, hospitals which offer cardiac care are classified as cardiac hospitals. നിങ്ങൾ കൂടെ വായിക്കണം കേട്ടോ. Which provide the cancer care are classified as onco hospital. A hospital can offer one or more speciality, namely single speciality or multi-speciality hospital. Also, depending upon the speciality that a hospital offers, the type of resources and its organization is determined. Example എന്താ പറയുന്നത്, a cardiac hospital will need a cath lab and a cardiac ICU, and a onco hospital will require radiation therapy unit. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടും നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തു. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് സൈസ് നോക്കി, ലെവൽ ഓഫ് കെയർ നോക്കി, മൂന്നാമത്തെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി അനുസരിച്ചും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇനി അടുത്തതിലേക്ക് പോവാലോ? അടുത്തലോട്ട് പോവാം. ഓക്കെ, അടുത്തതാണ് എന്ത്, ഓണർഷിപ്പ്, അതായത് ഉടമസ്ഥാവകാശം. നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. ആ ഒരു ഉടമസ്ഥാവകാശത്തിന് അടിസ്ഥാനമാക്കിയിട്ടല്ലേ നമ്മൾ അവിടെ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. 10 എക്സാമ്പിൾസ് മാത്രമാണ് അതിനകത്ത് പറയുന്നത്. വായിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പബ്ലിക് ഹോസ്പിറ്റലും
പ്രൈവറ്റ് ഹോസ്പിറ്റലും, അല്ലെ? പബ്ലിക് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എന്താണ് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഹോസ്പിറ്റൽ ഓണർഡ് ബൈ ഗവൺമെന്റ്, നമ്മൾക്കറിയാം അല്ലെ? ഗവൺമെന്റ് ഓണർ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ഉടമസ്ഥാവകാശമുള്ള ഹോസ്പിറ്റലുകളെയൊക്കെ നമുക്ക് എന്ത് പറയാം? പബ്ലിക് ഹോസ്പിറ്റൽ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും എല്ലാം അതിന്റെ ഉടമസ്ഥതയിലൊക്കെ വരുന്നത് എല്ലാം എന്തിൽ വരും? പബ്ലിക് ഹോസ്പിറ്റലിനകത്ത് വരും. എക്സാമ്പിൾ നോക്കിക്കേ നിങ്ങള്. ആദ്യത്തെ എന്താ പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അല്ലെ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് സച്ച് ആസ് എയിംസ്, PGIs, എക്സെട്ര, അല്ലെ? അതായത് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളെ നമുക്ക് എന്ത് പറയാം? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അതിന് എക്സാമ്പിൾ ആണ്, അല്ലെ? എന്തൊക്കെയാണ് പറയുന്നത്? എയിംസ്. എയിംസിന്റെ ഫുൾ ഫോം എന്താണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കേട്ടോ, പഠിച്ചു വെക്കണേ. എയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. നിങ്ങൾക്ക് അറിയാലോ അത്? അറിയില്ലേ എയിംസ് എന്താന്നുള്ളത്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. പിന്നെന്താ പറയുന്നത്? PGIs. PG എന്താണ്? PGIs എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ, അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. PGI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഒന്നുകൂടെ പറയാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. എന്താണ് അതിനു സ്പെല്ലിംഗ് വേണോ? പോസ്റ്റ് ഗ്രാജുവേറ്റ്, POST, പോസ്റ്റ് ഗ്രാജുവേറ്റ്, GRADUATE, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് സ്പെല്ലിംഗ് വരിക? INSTITUTE, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ, MEDICAL, ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ മോളെ സാദിര. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. മെഡിക്കൽ അറിയാലോ? MEDICAL, എഡ്യൂക്കേഷൻ, EDUCATION. അതിന് കറക്റ്റ് ആണ് കേട്ടോ. ഇവിടെ കമന്റ്സ് വരുന്നുണ്ട്, അറിയാത്തവർ അതിൽ നോക്കി എഴുതിക്കോ. അതിൽ തന്നെ ഇടുന്നുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കറക്റ്റ് ആണ് കേട്ടോ. ഞാനിനി പറയണ്ടല്ലോ, കമന്റ്സ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അത് അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾസ് ആണ് എയിംസും PGIs കേട്ടോ. കറക്റ്റ് ആണ് ജോസ്മി, കറക്റ്റ് ആണ് കേട്ടോ. അറിയാത്തവരെ എഴുതിയെടുത്തോളൂ, കമന്റ്സ് വരുന്നുണ്ട്. രണ്ടാമത്തെ എന്താ പറയുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അല്ലെ? സംസ്ഥാന സർക്കാരിന്റെ ഓണർഷിപ്പിലുള്ള ഹോസ്പിറ്റലുകള്. ദോസ് മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് സച്ച് ആസ് എന്താണ്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ജില്ലാ ആശുപത്രികളില്ലേ? അതൊക്കെ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണ്. മൂന്നാമത്തെ ആണ് എന്ത്? മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്. എന്താണ്? താലൂക്ക് ആശുപത്രികൾ കേട്ടോ, താലൂക്ക് ആശുപത്രികള്. അതാരാണ് മാനേജ് ചെയ്യുന്നത്? ദോസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടം കേട്ടോ. ജില്ലാ ഭരണകൂടത്തിന്റെ ജില്ലാ ഭരണകൂടം മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് അഥവാ താലൂക്ക് ആശുപത്രികൾ. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? പബ്ലിക് ഹോസ്പിറ്റൽസിൽ വരുന്നതാണ് കേട്ടോ. പിന്നെന്താണ് ലാസ്റ്റ് വൺ നോക്കിയേ? PSU ഹോസ്പിറ്റൽ. എന്താണ് PSU? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. എന്താണ്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, അവയുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റൽസ്. ഓക്കെ, PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഹോസ്പിറ്റൽസ്. Those managed by the specific PSU like railway, Coal India Limited, etc. അച്ചുവ സ്പീഡ് കുറയ്ക്കോ മിസ്? സ്പീഡ് കുറയ്ക്കാം. PSU ഹോസ്പിറ്റൽ കേട്ടോ. PSU മീൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. കറക്റ്റ് ആണ് ആതിര. Those managed by specific PSU like railway, Coal India Limited. റെയിൽവേ ഹോസ്പിറ്റൽസ് ഉണ്ട്. പൊതുമേഖലാ സ്ഥാപനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് എന്ത്? നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത് അല്ലെ. റെയിൽവേ ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ അത്തരം ഹോസ്പിറ്റൽസില് റെയിൽവേ എംപ്ലോയീസിന് മാത്രമല്ല കേട്ടോ, എല്ലാവരും അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കും. പക്ഷെ റെയിൽവേ എംപ്ലോയീസിന് കുറച്ചും കൂടെ പ്രിവിലേജസ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ കോൾ ഇന്ത്യ ലിമിറ്റഡ്, അതൊക്കെ പൊതുമേഖലാ സ്ഥാപനമാണ്. എനിക്ക് തോന്നുന്നു കോൾ ഇന്ത്യയുടെ ഹോസ്പിറ്റലൊക്കെ ആസാമിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആസാമിൽ ഉണ്ടെന്നാണ് എവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. സ്പീഡ് കൂടുന്നുണ്ട് മാം. സ്പീഡ് കുറയ്ക്കാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മള് പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമ്മൾ വായിച്ചു. അതിനകത്ത്
എന്താണ് ഗവൺമെന്റ് ഓണറുള്ള അല്ലെ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. എക്സാമ്പിൾ ഏതാ നമ്മൾ പഠിച്ചത്? എയിംസ് ആൻഡ് PGIs, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. പിന്നെന്താ? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഏതാ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രികള്. അതുപോലെ താലൂക്ക് ആശുപത്രികള്, മുനിസിപ്പൽ ഹോസ്പിറ്റൽ, ജില്ലാ ഭരണകൂടമാണ് കേട്ടോ അത് മാനേജ് ചെയ്യുന്നത്. ദോസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടം. അതുപോലെ PSU ഹോസ്പിറ്റൽ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റൽസ്. എക്സാമ്പിൾ ഏതൊക്കെയാ പറഞ്ഞത്? റെയിൽവേ ഹോസ്പിറ്റല്, കോൾ ഇന്ത്യ ലിമിറ്റഡ്. പിന്നെ നമ്മള് ESI ഹോസ്പിറ്റൽ കേട്ടിട്ടില്ലേ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ ESI ഹോസ്പിറ്റല്. അതൊക്കെ പബ്ലിക് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് എന്ത്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. എയിംസ് വൺസ് മോർ. എയിംസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അതൊരു നോട്ട് ചെയ്ത് വെക്കണേ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേട്ടോ. കിട്ടിയാ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ് കേട്ടോ. കിട്ടിയില്ലേ അത്തനൂന്? ഓക്കെ. പിന്നെ അടുത്ത എന്താണ്? അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ടാ. പിന്നെന്താണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. നിങ്ങൾക്കറിയാലോ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ അല്ലെ? പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികളാവാം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നോക്കൂ, അതിനകത്ത് വരുന്നത് ആരൊക്കെയാ നോക്കിയേ. ഒന്ന്, ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഫോർ പ്രോഫിറ്റ് മീൻസ് ലാഭേച്ഛയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നത്, ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ. മനസ്സിലായല്ലോ? ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ്. മനസ്സിലായോ? ബിസിനസ് പർപ്പസോടുകൂടി അല്ലെങ്കിൽ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് അല്ലെ? എന്താണ്? ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓണർഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻ പാർട്ട്ണർഷിപ്പ് അല്ലെ? ഒരു വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പങ്കാളിത്തം അല്ലെ പാർട്ട്ണർഷിപ്പിലോ തുടങ്ങുന്ന ഹോസ്പിറ്റലുകൾ. അത്തരത്തിൽ അങ്ങനെ ഒരു ഉടമസ്ഥാവകാശത്തിൽ വരുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. പിന്നെന്താ വരുന്നത്? കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. എന്താണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്? ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ ദ പ്രൈവറ്റ് കമ്പനി അല്ലെ? പ്രൈവറ്റ് കമ്പനിയൊക്കെ ഓൺ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എക്സാമ്പിൾ ആണ്. അതുപോലെ എന്താണ്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ. നമ്മൾ തുടക്കം പറഞ്ഞിരുന്നു ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിരുന്നു. ഇത് ലാഭം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പൊ നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ എന്തായിരിക്കും? ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ എന്തായിരിക്കും അവയുടെ പ്രത്യേകത? ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ NGO. അതേപോലെ ഇത് കറക്റ്റ് ആണ്, ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ കേട്ടാ. ശരിക്കും ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ്, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമുക്ക് കുറെയൊക്കെ ബിസിനസ് മൈൻഡഡ് ആയിട്ടാണ് അല്ലെ? ശരിക്കും അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. എന്റെ അഭിപ്രായം കേട്ടാ ഞാൻ പറഞ്ഞത്. ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ NGO, അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. നോൺ ഗവൺമെന്റൽ ഗവൺമെന്റ് അല്ലാത്തത്. ഓർ എന്താണ്? അതേപോലെ ശരണ്യ കറക്റ്റ് ആണ് കേട്ടോ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ that do not have a business purpose connected with it. ബിസിനസ് പർപ്പസിൽ ലാഭേച്ഛയില്ല. നമ്മുടെ അമൃത കൃപ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഒക്കെ എന്താണ്? ഒരു ചാരിറ്റബിൾ രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽസുകളാണ്. മനസ്സിലായല്ലോ? നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഓണർഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, പബ്ലിക് ഹോസ്പിറ്റൽ എന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നും. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് ഉടമസ്ഥതയിൽ വരുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? എയിംസ് ഉണ്ട്, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, എയിംസ് ഉണ്ട്, PGIs ഉണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അതായത് നമ്മുടെ ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രികള്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഹോസ്പിറ്റൽസ്, ദാറ്റ് മീൻസ് റെയിൽവേ ഹോസ്പിറ്റൽ, ESI ഹോസ്പിറ്റൽ. പിന്നെന്താണ്? നമ്മുടെ കോൾ ഇന്ത്യ ലിമിറ്റഡ്. ഹോസ്പിറ്റൽ നമ്മുടെ കേരളത്തിലില്ല, ആസാമിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓണർഷിപ്പിലുള്ള ഹോസ്പിറ്റൽസ്, ഇതെല്ലാം തന്നെ പബ്ലിക് ഹോസ്പിറ്റൽസിനകത്ത് വരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, അതിൽ തന്നെ ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ലാഭം മുന്നിൽ എന്താ പറയുക ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ, അതായത് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്.
പിന്നെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ, ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റലൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അതും ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പൊ നമ്മള് 4ാമത്തെ ഫാക്ടറും കഴിഞ്ഞു. അപ്പൊ സൈസിന്റെ ബേസിൽ നമ്മൾ കണ്ടു, ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ കണ്ടു, പിന്നെ എന്തായിരുന്നു നമ്മൾ കണ്ടത്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി അല്ലെ, അതിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തു. പിന്നെ നമ്മൾ കണ്ടു ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തു. NGO ഷഹിന മീൻസ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് അല്ലാത്തത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ട്ടോ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. കിട്ടിയില്ല? അപ്പൊ നമ്മൾ ആ 4 നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇനി അഞ്ചാമത്തേലേക്ക് നമുക്ക് പോകാം. 5ാമത്തേലോട്ട് പോവാം. എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ. എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ. അതെ, അതായത് ചികിത്സാ രീതി അല്ലെ, അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായം. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം നമുക്കത് എന്താണ്. In the modern world, allopathy as a system of medicine is mainly used as a, ഇത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, സിസ്റ്റം ഓഫ് മെഡിസിൻ. ഒരെണ്ണം മതി ട്ടാ. ആദ്യത്തെ സിസ്റ്റം ഓഫ് മെഡിസിൻ അങ്ങ് വെട്ടിക്കണ്ടിരിക്കേണ്ട ആവശ്യമില്ല. In the modern world, allopathy is mainly used as a system of medicine. അത് മതി. 2 സിസ്റ്റം ഓഫ് മെഡിസിൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല. അതായത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തില് അലോപ്പതി ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിച്ചിട്ടല്ലേ, അപ്പൊ അത് എന്താണ്? ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആണല്ലോ. നിങ്ങൾക്കറിയാം ഇഷ്ടംപോലെ ചികിത്സാ സമ്പ്രദായം, ആയുർവേദം ഉണ്ട്, പിന്നെന്താണ് ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ അലോപ്പതി ഉണ്ട്. ഇതെല്ലാം എന്താണ്? വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികളാണ് അല്ലെ. പലരും അതെ റോസ്മിൻ കറക്റ്റ് ആണ്. അപ്പൊ ഓരോരുത്തരും നാച്ചുറോപ്പതി അതൊക്കെ വരുന്നുണ്ട്. അപ്പോ അങ്ങനെ അത്തരത്തിലുള്ള ആ ഒരു ചികിത്സാ സമ്പ്രദായത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ചിലർ അലോപ്പതി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ഇഷ്ടപ്പെടുന്നു എന്നല്ല, അലോപ്പതി പൊതുവെ ഇഷ്ടപ്പെടുന്നല്ല, പക്ഷെ പെട്ടെന്ന് നമുക്ക് അസുഖം വരുമ്പോൾ ക്യൂർ ആവാൻ നമുക്ക് എന്ത് തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും? അലോപ്പതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ശരിക്കും ആയുർവേദം അതൊക്കെ നല്ലതാണ്. നമ്മുടെ പുരാതന ഭാരതത്തില് അല്ലെ അന്നേ ഉണ്ടായിരുന്നിട്ടുള്ള ചികിത്സയാണ് ആയുർവേദം എന്ന് പറയുന്നത്. കാര്യം അത് ഫലിച്ച് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. വേറെ നമ്മളുടെ ബോഡിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ചികിത്സാ രീതിയാണ് ആയുർവേദം. അതുപോലെ ഹോമിയോപ്പതി അല്ലെ, അതും നല്ല ഒരു ഇതാണ്, കഴിക്കാൻ നല്ല സുഖമല്ലേ, നല്ല മധുരമൊക്കെ ഉള്ള കാരണം കൊണ്ട് അതും നല്ലതാണ്. പിന്നെ യുനാനി, അതേ സാധ്യത, നോ സൈഡ് ഇഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല ആയുർവേദം. പക്ഷെ എന്താണ് അത്? പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ക്യൂർ ആവാനായിട്ട് പറ്റില്ല അല്ലെ. സീരിയസ് ആയിട്ട് ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ എന്തൊക്കെ കേസ് വരെ നമുക്ക് ഇതിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അലോപ്പതിയിലോട്ട് പോകേണ്ടി വരും. പക്ഷെ നമ്മുടെ ഇടയിൽ പല ആളുകളും എന്താ പറയാ, ഇഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ. അപ്പൊ നോക്കൂ, ഇൻ ദ മോഡേൺ വേൾഡ് അലോപ്പതി ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ. അതാണ് കൂടുതൽ നമ്മുടെ ഒരു ചികിത്സാ രീതിയായിട്ട് നമ്മൾ എടുക്കുന്നത്. ഹൗവർ ഇൻ ഇന്ത്യ, എന്നിരുന്നാലും നമ്മുടെ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ ആയുർവേദ, ഹോമിയോപ്പതി, അതുപോലെ യുനാനി ആർ ആൾസോ അക്നോളജ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് പ്രിഫേർഡ് ബൈ മെനി പീപ്പിൾ. ശരിയാണല്ലേ. നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അവിടെ ആയുർവേദം ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, പിന്നെ യുനാനിയെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതൊക്കെ തന്നെ എന്താണ്? സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ് അല്ലെ. ഇപ്പൊ യുനാനി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു എന്താ പറയാ, ഗ്രീക്കിൽ നിന്നും വന്നിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് യുനാനി എന്ന് പറയുന്നത്. നമ്മുടെ നിങ്ങൾ പഠിച്ചല്ലോ മറ്റേ ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ്, അദ്ദേഹം ഗ്രീക്കാണ് അല്ലെ. അപ്പൊ അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് യുനാനി എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീക്കിനെ നമ്മള് അറബിയിൽ പറയുന്നതാണ് യുനാനി എന്നാണ് പറയുന്നത്. ഗ്രീക്കിനെ നമ്മൾ അറബിയിൽ യുനാനി എന്നാണ് പറയുക. അതുകൊണ്ടാണ് ശരിക്കും ഗ്രീക്കിൽ നിന്ന് വന്ന ഒരു മെഡിസിൻ സിസ്റ്റം ആണ് കേട്ടോ യുനാനി. അപ്പൊ അത് ഈ പറഞ്ഞോണം എന്താണ്, പ്രകൃതിദത്തമായിട്ടുള്ള ഒരു രീതിയാണ്. അതെ, ഹിപ്പോക്രാറ്റസ് അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ഫാദർ ഓഫ് മെഡിസിൻ ഒക്കെ പഠിച്ചല്ലേ. ആ ഒരു കാലഘട്ടത്തിലൊക്കെ നിലനിന്നിരുന്ന ആ ഒരു രീതികളെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് വളരെ സയന്റിഫിക് ആയിട്ട്, വളരെ യുക്തിപരമായിട്ടൊക്കെ ചിന്തിച്ച് നമ്മുടെ മെഡിസിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലെ ഹിപ്പോക്രാറ്റസ്. അദ്ദേഹം ഗ്രീക്കാണ്. അപ്പൊ ആ ഒരു അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് യുനാനി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, ആയുർവേദ, ഹോമിയോപ്പതി ആൻഡ് യുനാനി ആർ ആൾസോ അക്നോളജ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ. ഇതൊക്കെ ചികിത്സാ സമ്പ്രദായങ്ങളാണ്. പ്രിഫേർഡ് ബൈ മെനി പീപ്പിൾ. ഒരുപാട് ആളുകളും അത് എന്ത് ചെയ്യുന്നുണ്ട്?
പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇത്തിരി വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും വലിയ ഇംഗ്ലീഷ് മരുന്നുകളോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അല്ലെ. അവർക്ക് പാരമ്പര്യമായിട്ടുള്ള രീതിയിലൊക്കെയുള്ള ചികിത്സ, പ്രകൃതിദത്തമായ രീതിയിലുള്ള ചികിത്സയൊക്കെയാണ് അവർ ചെയ്യാറുള്ളത്. പക്ഷെ ഒരു കാലഘട്ടത്തില് അതൊക്കെ വളരെ നല്ലതായിരുന്നു അല്ലെ, ഫലിച്ചിരുന്നു. കാരണം അന്നത്തെ ജീവിതശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതൊന്നും നമ്മുടെ ശരീരത്തിൽ ഏൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജീവിതശൈലിയായിട്ട് മാറി അല്ലെ. അപ്പൊ ഇതൊന്നും ചിലപ്പോൾ ഏറ്റവും വരില്ല, അലോപ്പതി തന്നെ ചെയ്യേണ്ടി വരും. അതുപോലെ പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യമല്ലല്ലോ ഇന്നത്തെ ആൾക്കാർക്കുള്ളത്. ടീച്ചർ എടുക്കുന്ന സബ്ജക്റ്റിന്റെ പേരെന്താണ്? എന്നിട്ട് അങ്ങനെ ചോദിച്ചേ മാർട്ടി. ഞാൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ എടുക്കുന്നത്, ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ. അപ്പൊ അങ്ങനെ പിന്നെ എന്താണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ആയുർവേദം അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യം. ഒരു സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട്. അപ്പൊ നോക്കൂ, ഡിപ്പെൻഡിങ് അപ്പോൺ ദയർ പ്രോമിനന്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ, hospitals can be classified as homeopathy hospital, ആയുർവേദ ഹോസ്പിറ്റൽ ഓർ യുനാനി ഹോസ്പിറ്റൽ. അപ്പൊ ഇത്തരത്തില് ഈ ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ അഥവാ ചികിത്സാ സമ്പ്രദായത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? അലോപ്പതി ഹോസ്പിറ്റൽ ഉണ്ട്, അതിന് പുറമെ നമുക്ക് എന്തൊക്കെയായിട്ട് തരംതിരിക്കാം? ആയുർവേദ. പ്രൊമിനന്റ് മീൻസ് മുന്നിട്ട് നിൽക്കാം മോളെ. എല്ലാവരും ഈ ചാപ്റ്റർ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് വരും കേട്ടോ. ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ വരും, അത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇനി എന്താണ് അപ്പൊ ഇത്തരത്തില് പ്രൊമിനന്റ് അപ്പോൾ പ്രൊമിനന്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ, ഇത്തരത്തില് മുന്നിട്ട് നിൽക്കുന്ന അല്ലെ, പ്രധാനമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാം. മനസ്സിലായല്ലോ? ഈവൻ ദോ സച്ച് ഹോസ്പിറ്റൽസ് ആർ ഫ്യൂ ഇൻ നമ്പേഴ്സ്, there is an increasing interest of people in availing treatment of these system of medicines. എന്താണ് പറയുന്നത്? അതായത് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ എണ്ണത്തിൽ വളരെ കുറവാണ് അല്ലെ. എണ്ണത്തിൽ വളരെ എന്താണ് മോക്ക് ടെസ്റ്റ് ആൻസേഴ്സ് കൂടി ഒന്ന് പറഞ്ഞൂടെ എന്നാൽ ഡൗട്ട് വരില്ലല്ലോ. മോക്ക് ടെസ്റ്റിന്റെ ആൻസേഴ്സ് അതിന്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ടല്ലോ, ഉണ്ടാവാറില്ലേ? മോക്ക് ടെസ്റ്റിന്റെ ആൻസർ അതിന്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. ഉണ്ട് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്താൽ മതി, അതിന് തന്നെ ആൻസർ ഉണ്ട് കേട്ടോ. വെറും ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടല്ല വരുന്നത്, ആൻസറും അതിനകത്ത് അതിൽ പറയുന്നുണ്ട്. വ്യൂ സ്കോർ നോക്കിയാൽ കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ മാത്രമല്ല ഇടുന്നത്, എനിക്ക് ആൻസർ അറിയണ്ടേ, ആൻസറും അതിനകത്ത് ഉണ്ടാവും കേട്ടോ. നോക്കിയാൽ മതി. റിൻഷ ക്ലിയർ അല്ലേ? അപ്പോ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകള് റോങ് ആൻസർ ആണെങ്കിൽ കറക്റ്റ് ആൻസർ കാണിച്ചു തരും. ഓക്കെ. അല്ലാതെ ആൻസർ ഓക്കെ. അപ്പൊ എന്താണ് പറയുന്നത്? ഇത്തരം ഹോസ്പിറ്റലുകളെ എണ്ണത്തിൽ വളരെ കുറവാണ് അല്ലെ. കൂടുതലും എന്താണ് അലോപ്പതി ഹോസ്പിറ്റൽസ് ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും എന്താണ് കൂടുതൽ ആളുകളും അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ തൽപരരാണെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? There is an increasing interest of people in availing treatment of this system of medicine. ഇട്ടിട്ടുണ്ട്, ബുക്സിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞു കേട്ടോ. 5ാമത്തെ ഫാക്ടർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് ഫാക്ടറിലോട്ട് പോവാണ് കേട്ടോ. പോവാലോ? ഒന്നുകൂടെ വായിക്കണോ? സിസ്റ്റം ഓഫ് മെഡിസിൻ ഒന്നുകൂടെ വായിക്കണോ? വേണ്ട. അപ്പൊ അടുത്തതാണ് ലെങ്ത് ഓഫ് സ്റ്റേ കേട്ടോ. അവസാനത്തെ ഫാക്ടർ ആണ് ലെങ്ത് ഓഫ് സ്റ്റേ. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കും കേട്ടോ. അപ്പൊ ലെങ്ത് ഓഫ് സ്റ്റേ എന്താണ്? താമസത്തിന്റെ ദൈർഘ്യം. ആരുടെ താമസത്തിന്റെ? പേഷ്യന്റിന്റെ കേട്ടോ, രോഗിയുടെ. ഓൺ ദ ബേസിസ് ഓഫ് ലെങ്ത് ഓഫ് സ്റ്റേ ജനറലി നീഡഡ് ഫോർ എ പേഷ്യന്റ് ഇൻ എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആൻഡ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. അറിയാലോ, ഓരോ പേഷ്യന്റിനും അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ ചെലവഴിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാലതാമസം അല്ലെ, അതിനനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റലുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെയായിട്ടാണ്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസും ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസും. എന്തൊക്കെയാണ്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസും ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസും. പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ? പേഷ്യൻസ് ഇൻ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആർ required to be admitted for a relatively shorter period such as 1 or 2 days up to 20 days. മനസ്സിലായോ? ചെറിയൊരു കാലയളവ്,
1 or 2 ദിവസത്തിലേക്ക്, മാക്സിമം പോയ ഒരു 20 ദിവസം അത്രയൊക്കെയല്ലേ, അത് ഷോർട്ട് സ്റ്റേ ആണ്. അങ്ങനെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന ആ ഒരു ഹോസ്പിറ്റലുകൾ ഉണ്ടാവില്ല, അതിനെയാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മോസ്റ്റ് ഹോസ്പിറ്റൽസ് ദാറ്റ് വി സീ in our locality are short stay hospitals. ഒരു മിനിറ്റ് ഞാൻ വെള്ളം കുടിക്കട്ടെ. അതെന്താ പറയുന്നത്, മോസ്റ്റ് ഹോസ്പിറ്റൽസ് ദാറ്റ് വി സീ ഇൻ അവർ ലൊക്കാലിറ്റി ആർ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്. നമ്മുടെ ലൊക്കാലിറ്റിയിൽ നമ്മൾ അധികം കാണുന്നത് എന്ത് തന്നെയാണ്, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്, ആണല്ലോ. അത്രയും മനസ്സിലായില്ലേ? അതായത് ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റിനായിട്ട് എന്താണ് 1 or 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം പോയി 20 ദിവസം ആ ഒരു കാലയളവിലേക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി അത്രയും ദിവസമൊക്കെ ചെലവഴിക്കുന്ന ഹോസ്പിറ്റൽ ഉണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. കേട്ടല്ലോ. അടുത്ത എന്താണ്, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്. വായിച്ചു നോക്കാം. എന്താണ് പറയുന്നത്, ദീസ് ഹോസ്പിറ്റൽസ് ഓഫർ കെയർ ദാറ്റ് ജനറലി റിക്വയർസ് its patients to stay for a long term. അല്ലെ, ഒരു കൂടുതൽ കാലയളവിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരാറുണ്ട്. അത്തരം ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സച്ച് ആസ് മന്ത്സ് ഓർ ഇയേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ചിലപ്പോൾ മാസങ്ങളോളം, ചിലപ്പോൾ ചില വർഷങ്ങളോളം നമുക്ക് എന്ത് ചെയ്യാം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരാറുണ്ട്. അത്തരം ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ടിപ്പിക്കലി സച്ച് ഹോസ്പിറ്റൽസ് വിൽ ബി മെന്റൽ ഹോസ്പിറ്റൽ, അല്ലെ, മാനസിക രോഗ ആശുപത്രികൾ, അതുപോലെ അതന്നെ മാനസികാരോഗ്യ കേന്ദ്രം, റീഹാബിലിറ്റേഷൻ സെന്റർ, പുനരധിവാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ. അതുപോലെ ജെറിയാട്രിക് കെയർ സെന്റർ. ജെറിയാട്രിക് മീൻസ് ഈ വയോജനങ്ങളുണ്ടല്ലോ, പ്രായമായിട്ടുള്ള ആളുകളിലെ അവർക്ക് കൊടുക്കുന്ന കെയർ സെന്റേഴ്സ് ഉണ്ടായിരിക്കും, ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്. അതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് കാലയളവിലേക്കല്ലല്ലോ, കുറെ കാലയളവിലേക്കല്ലേ, അതുകൊണ്ട്. അതുപോലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, അതെ പ്രീതി കറക്റ്റ് ആണ് കേട്ടോ. വയോജനാരോഗ്യ കേന്ദ്രം ആണ് ജെറിയാട്രിക് കെയർ സെന്റർ. പിന്നെന്താണ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്, നിങ്ങൾക്കറിയാലോ. പിന്നെന്താണ്, ഡ്യൂ ടു ദ ലോങ് ടേം റെസിഡൻഷ്യൽ നീഡ്സ് ദീസ് ഹോസ്പിറ്റൽസ് ആർ ബിൽറ്റ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഗീവ്സ് ഇറ്റ് എ ഫീൽ ഓഫ് എ ഹോം ലൈക്ക് എൻവയോൺമെന്റ് റാദർ ദാൻ എ ഹോസ്പിറ്റൽ. അപ്പൊ ഒരുപാട് നാള് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇത്തരം ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും, ഒരു ഹോമിലി ലൈക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും അത്തരം ഹോസ്പിറ്റലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെ. ഹോസ്പിറ്റലിലൊന്നും പോയി കിടക്കാൻ ആർക്കും ഇഷ്ടമൊന്നുമില്ല, അല്ലെ. അപ്പൊ ഇങ്ങനെ ലോങ് സ്റ്റേ ഹോസ്പിറ്റലൊക്കെ വരുമ്പോ അവിടെ കഴിച്ചുകൂട്ടണ്ടേ ഇത്രയും കാലയളവ്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ എങ്ങനെയായിരിക്കും, ഒരു ഹോമിലി ലൈക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അത്തരം ഹോസ്പിറ്റലൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ലെങ്ത് ഓഫ് സ്റ്റേ ക്ലിയർ ആയില്ലേ? ലെങ്ത് ഓഫ് സ്റ്റേക്ക് അനുസരിച്ച് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസും ലോങ് സ്റ്റേ ഹോസ്പിറ്റലും. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽസ്, അതുപോലെ റീഹാബിലിറ്റേഷൻ സെന്റർ, പിന്നെന്താ മെന്റൽ ഹോസ്പിറ്റൽ, ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ 6 ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്തത്. അപ്പൊ അത് 6 നമ്മൾ നോക്കിക്കഴിഞ്ഞു. ജെറിയാട്രിക് മീൻസ് വയോജന, ജെറിയാട്രിക് കെയർ സെന്റർ എന്ന് പറഞ്ഞാൽ വയോജന എന്താ പറയാ സംരക്ഷണ കേന്ദ്രം, ആരോഗ്യ സംരക്ഷണ കേന്ദ്രം. വയോജനങ്ങളെയാണ് കേട്ടോ ജെറിയാട്രിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, പ്രായമായ ആളുകളില്ലേ അവരെ. ഇനി നമുക്ക് കുറച്ച് അബ്രീവിയേഷൻ, അത് ഓൾഡ് ഏജ് ഹോംസ്. പിന്നെന്താണ് അബ്രീവിയേഷൻ ഉണ്ട് കേട്ടോ, 1-2 ഷോർട്ട് സ്റ്റേ ഒന്നുകൂടി പറയൂ റിസ്യ. ഓളെ ഷോർട്ട് സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ചെറിയൊരു കാലയളവിലേക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കില്ലേ, ട്രീറ്റ്മെന്റിന് ചെറിയൊരു കാലയളവ് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. എന്ന് വെച്ചാൽ patients in short stay hospitals are required to be admitted for a relatively shorter period, such as 1 or 2 days or up to 20 days. സാധാരണയൊക്കെ നമുക്കൊക്കെ വരുന്ന, നമുക്കിപ്പോ എന്തെങ്കിലും അസുഖം വന്ന് ചിലപ്പോ കുടി വന്നാൽ നമ്മള് ഒരു 5 ദിവസമൊക്കെ നമ്മൾ അഡ്മിറ്റ് ആയി കിടക്കും, അല്ലെ. അങ്ങനെയൊക്കെ ഒരു 1 or 2 ദിവസം, മാക്സിമം പോയി ഒരു 20 ദിവസം, അങ്ങനെയൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യേണ്ടി വരാറുണ്ട്. അത്തരം ഹോസ്പിറ്റലുകളെ നമുക്ക് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയാം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അത്രേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വെച്ചാൽ സെക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് കുറച്ച് അബ്രീവിയേഷൻസ് നോക്കാം കേട്ടോ. ഈ അബ്രീവിയേഷൻ കുറച്ചൊക്കെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മോക്ക് ടെസ്റ്റ് എങ്ങനെയാ ഉണ്ടാവുക? മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരൂ കേട്ടോ.
ക്ലാസ് റൂമിലേക്ക് ഇട്ടുതരും. അടുത്തെന്താണ് അബ്രീവിയേഷൻ ട്ടോ. ചിലതിന്റെ ചുരുക്കെഴുത്തുകൾ നമുക്കൊന്ന് നോക്കണം. ചിലത് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താ ചെയ്യേണ്ടതെന്നാ മോക്ക് ടെസ്റ്റ് ഇട്ട് തരുന്നുണ്ടല്ലോ മോളെ, ക്ലാസ് റൂമിനകത്തേക്ക് ഇട്ട് തരുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ടോ അതെനിക്കറിയില്ല. ടെക്നിക്കൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റ് ഡെയിലി ഇടുന്നുണ്ട്. വൃന്ദ പറയുന്നുണ്ടല്ലോ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കണേ. അബ്രീവിയേഷൻ കിട്ടാറില്ലല്ലോ എന്നോ ആര് കുറെ പേർക്ക് കിട്ടുന്നുണ്ട്, കുറെ പേർക്ക് കിട്ടുന്നില്ല. നിങ്ങളൊന്നുകൂടെ നോക്കൂ കേട്ടോ, ചെക്ക് ചെയ്യട്ടോ. ഇനി അബ്രീവിയേഷൻ അബ്രീവിയേഷൻ നോക്കാം. ഫസ്റ്റ് വൺ PHC അറിയാലോ എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ. കിട്ടാറില്ല എന്ന് പറയുന്നുണ്ട്, കുറച്ച് പേർക്ക് കിട്ടുന്നുണ്ട് അല്ലെ? കിട്ടുന്നില്ല. ഞാനൊന്ന് ടെക്നിക്കലുകാരോട് പറയാം കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒക്കെ ഡെയിലി പോകുന്നുണ്ട് ഇവിടുന്ന്. പക്ഷെ ഇത് കിട്ടാത്തത് എന്താണാവോ? കിട്ടാത്തവരുടെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരിപ്പോ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് വല്ല നോട്ടിഫിക്കേഷൻ വരണ്ടാണോ എന്താണ് അറിയില്ല. നൗസിയക്ക് ഈ നൗസിയല്ലേ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്? നൗസിയല്ലേ? നൗസിയല്ലേ പറഞ്ഞത്? നൗസിയക്ക് എന്നാ ഈ മാസം ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താണ് ചെക്കപ്പ് ഈ മാസം? നയൻറ്റീൻത്തിന് അല്ലേ? ഓക്കെ ഓക്കെ ശരി. അപ്പൊ നമുക്ക് അബ്രീവിയേഷനിലേക്ക് പോവാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? PHC ട്ടോ, പ്രൈമറി ഹെൽത്ത് സെന്റർ. അറിയാലോ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. രണ്ടാമത്തത് നോക്കൂ, FHC ഫാമിലി ഹെൽത്ത് സെന്റർ. എന്താണ്? ഫാമിലി ഹെൽത്ത് സെന്റർ. അടുത്തത് CPHC കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. മനസ്സിലാക്കി വെക്കണോ കേട്ടോ, ഫുൾ ഫോം ഒക്കെ ചോദിച്ചാൽ കിട്ടണേ. CPHC എന്ന് പറഞ്ഞാല് കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ കേട്ടോ. അടുത്തത് സ്വാജ് എന്നാണ് കൊടുത്തേക്കുന്നത്, J അല്ല കേട്ടോ, അവിടെ D ആണ് വരേണ്ടത്. SWAAD എന്നാണ് വരേണ്ടത്. സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. എയർവേ ഡിസീസസിലേക്കുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള സമീപനം. എയർവേ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലെ ആസ്മ, COPD എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ എയർവേ ഡിസീസ് ആണ്. അത് സ്വാഡ് കേട്ടോ, SWAAD സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. അടുത്തത് COPD നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. COPD എന്ന് വെച്ചാല് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ് കേട്ടോ. അതായത് വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളില്ലേ, അതിനെയാണ് ക്രോണിക് ആണ് കേട്ടോ. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അടുത്തതാണ് ASH ആശ വർക്കർ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് കേട്ടോ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ആശാ വർക്കറൊക്കെ നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അല്ലെ? നമ്മുടെ ആശാ വർക്കറാണ്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. വാക്സിനേഷൻ ഒക്കെ എടുക്കേണ്ട ടൈമൊക്കെ ആകുമ്പോൾ അവര് നമ്മളെ വിളിച്ച് ഓർമ്മിപ്പിക്കും അല്ലെ? കൃത്യമായിട്ട് കാര്യങ്ങൾ. അതുപോലെ അവരുടെ വാർഡിനകത്ത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ എത്ര വരുന്നുണ്ട്, മുലയൂട്ടുന്ന അമ്മമാരുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യാനൊക്കെ വരാറുണ്ട് അല്ലെ? അവരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ആശാ വർക്കർ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെ. അതിന്റെ ഫുൾ ഫോം ഇതാണ്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് കേട്ടോ. അടുത്തതാണ് AWW എന്താണ്? അംഗൻവാടി വർക്കർ. സാന്ദ്രയുടെ മദർ ഈസ് ആൻ ആശാ വർക്കർ ആണോ? ആശാ വർക്കർ ആണല്ലേ അമ്മ സാന്ദ്രയുടെ? ഓക്കെ. AWW എന്താണ്? അംഗൻവാടി വർക്കർ കേട്ടോ, അംഗൻവാടി വർക്കർ. പിന്നെ നോക്കിയേ, WHSNC എന്താണ് സംഭവം? വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. എന്താണ്? വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. നമ്മൾ ഈ ചില സമയത്തൊക്കെ നമ്മൾക്ക് ഈ ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ
ഈ എന്താണ് എന്താ പറയാ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ആയിട്ട് ആൾക്കാർ വരാറില്ലേ വീട്ടിലേക്ക്. ഈ നമ്മളോട് പറയാറുണ്ട് അല്ലെ, ഈ കിണറ്റിലൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിക്കാനൊക്കെ പറയാൻ വരാറില്ലേ, നമുക്ക് അങ്ങനെ കൊണ്ടു തരാറുണ്ട് അല്ലെ. ചില ഈ പറഞ്ഞോണം രോഗങ്ങളൊക്കെ പകർച്ചവ്യാധികളൊക്കെ വരുന്ന ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോൾ അവർ പറയും. അതുപോലെ നമുക്ക് വന്നിട്ട് കുറെ ബോധവൽക്കരണമൊക്കെ തരും. ഈ പറഞ്ഞ ഡ്രൈ ഡേ ഒക്കെ പറയാനായിട്ട് ബ്ലീച്ചിങ് ഇതൊക്കെ നമുക്ക് തന്നു വരാറില്ലേ, കൊണ്ടുതരാറില്ലേ, ടാബ്ലറ്റ്സ് ഒക്കെ കൊണ്ടുതരാറുണ്ട്. അവരൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ബാർഡ്, WHSNC, ബാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. ഈ അബ്രീവിയേഷൻ എക്സാമിന് ഉണ്ടാകുമോ? ഉണ്ടാകാം. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ചിലപ്പോൾ അതിൽ നിന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് അബ്രീവിയേഷൻ മാത്രമായിട്ട് തന്നെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. മെഡിക്കൽ ടെർമിനോളജി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാപ്റ്റർ വരുന്നുണ്ട്. അതിനകത്ത് ധാരാളം അബ്രീവിയേഷൻസ് പഠിക്കാനുണ്ട്. കുറച്ചൊന്നും അല്ല, ഒരുപാടുണ്ട്. കാരണം നമ്മൾ ആരും നീട്ടിപ്പരത്തി എഴുതൽ കുറവല്ല, എല്ലാവരും ഇങ്ങനെ അബ്രീവിയേഷൻസ് അല്ലേ യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഇതെന്തായാലും പഠിച്ചു വെച്ചോളൂ, പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. അതൊപ്പം ഓർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. PHC ഒക്കെ നമുക്കറിയാവുന്നല്ലേ. 35th ചാപ്റ്റർ. ഓക്കെ അല്ല. അപ്പൊ PHC എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റർ, CHC അറിയാലോ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അപ്പോ നമ്മള് ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാണ് കേട്ടോ, ഫിനിഷ് ആവാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്നും കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. ലേറ്റ് ആയി കയറിയവരോ അല്ലെങ്കിൽ ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ ഇന്നത്തെ ക്ലാസ് ഒന്ന് WHNC ആശാവർക്കർ തന്നെ ചെയ്യുന്നതല്ലേ, ആശാവർക്കർമാർ തന്നെയല്ല, ആശാവർക്കർ ചെയ്യുന്ന ജോലിയല്ല, വേറെ ആൾക്കാർ വരാറുണ്ട്. WHNC വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി, ഇത് വേറെ ആൾക്കാർ വരാറുണ്ട്. ആശാവർക്കർ ചെയ്യുന്ന ജോലിയല്ല അത്. അപ്പൊ നമ്മള് ഇന്നത്തെ എന്താ പറയാ ഹെൽത്ത് ഇൻസ്പെക്ടർ നോട്ട്സ് ചെയ്യാം. അപ്പൊ നോക്കൂ, ഈ ഭാഗത്ത് ചെയ്യുന്നുണ്ട് അല്ലെ സുനില. ഓക്കെ. പക്ഷെ എന്റെ വീടിന്റെ ഒക്കെ ഭാഗത്ത് ആശാ വർക്കർ വേറെ, ഇതിന് വേണ്ടിയിട്ട് വേറെ ആൾക്കാർ വരാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എന്റെ പരിസരത്തുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. വേറെ ആളുകൾ വരാറുണ്ട്, ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ്, വേറെ ആളുകൾ വരാറുണ്ട്. കാരണം ആശാ വർക്കർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചേച്ചിയുണ്ട് സ്ഥിരമായിട്ട്, ചേച്ചിയായിട്ട് പലപ്പോഴും നമ്മള് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെല്ലാം വരാറ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേറെ ആൾക്കാരെ വരാറ്. അപ്പൊ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഓരോ സ്ഥലത്ത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങളുടെ നാട്ടിൽ വ്യത്യാസമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് ഞാൻ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്? വേറെ ആളാണ് ഇവിടെയും വരുന്നത്, സംഗീത. അതല്ലേ. അപ്പൊ നോക്കി, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു കേട്ടോ. ഈ ഒരു ചാപ്റ്റർ നമ്മുടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ വരിക. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. ഹോസ്പിറ്റലുകളെ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യും. അപ്പൊ നമ്മൾ 6 ഫാക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ കുറച്ച് സ്പീഡിൽ പറയൂ കേട്ടോ. പതുക്കെ പറയുമ്പോൾ കുറച്ച് സ്പീഡിൽ പറയും, എന്നാലാണ് പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് നമ്മൾ 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കണ്ടത്. ഏതൊക്കെയാണ്? ഒന്ന് സൈസ്, പിന്നെന്താണ് ലെവൽ ഓഫ് കെയർ, പിന്നെന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, പിന്നെന്താണ് ഓണർഷിപ്പ്. ഓക്കെ, ഓണർഷിപ്പ്. പിന്നെ എന്തൊക്കെയാണ്? സിസ്റ്റം ഓഫ് മെഡിസിൻ, ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ സൈസ് കണ്ടു. സൈസ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ കെട്ടിടത്തിന്റെ വലുപ്പമല്ല. എന്താണ് സൈസ് എന്നത് ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ഇറ്റ് ഓഫേഴ്സ് കേട്ടോ. എത്രത്തോളം നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സിന് ഓഫർ ചെയ്യാൻ സാധിക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് ലാർജ് ഹോസ്പിറ്റൽസ്. അപ്പൊ അവരുടെ എല്ലാത്തിന്റെ പോയിന്റ്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചു. സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്പർ ഓഫ് ബെഡ്സ് പറയണം, 30 ഓർ ലെസ് ദാൻ 30. മിഡ് ആവുമ്പോഴോ 30 to 100. ലാർജ് ആവുമ്പോഴോ മോർ ദാൻ 100. ക്ലിയർ? ഇവിടെ സ്മോൾ ഹോസ്പിറ്റൽ ലിമിറ്റഡ് റിസോഴ്സസ്, മിഡിലോട്ട് വരുമ്പോൾ മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ, ലാർജിലാവുമ്പോൾ പ്ലെന്റിഫുൾ റിസോഴ്സസ്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പോയിന്റ് മനസ്സിലാക്കാൻ പറ്റും. സ്മോൾ ഹോസ്പിറ്റലിലാവുമ്പോൾ ദേ ഡു നോട്ട് ഓഫർ ഹൈ എൻഡ് കെയർ, കാരണം റിസോഴ്സസ് കുറവാണ്. മീൻസ് മിഡിലേക്ക് വരുമ്പോഴെങ്ങനെയാണ്? അവര് കുറച്ചും കൂടി ഒരു റീസണബിൾ ലെവൽ ഓഫ് കെയർ കൊടുക്കും. ലാർജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു ഹൈ എൻഡ് കെയർ അവർ കൊടുക്കും. പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ സ്മോളിലാവുമ്പോൾ എമർജൻസി കെയർ. എന്താണ് ജോഷ്നി? എയിംസിന്റെ PGIയുടെ ഫുൾ ഫോം. എയിംസ് എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേട്ടോ.
ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. PGI എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. കിട്ടിയില്ലേ? അപ്പൊ നോക്കൂ, അങ്ങനെ നമ്മൾ പറഞ്ഞു. പിന്നെ സ്മോൾ ഹോസ്പിറ്റലിന്റെ കേസിൽ അവരെല്ലാം തന്നെ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. പക്ഷെ മിഡിലോട്ട് വരുമ്പോഴോ അവര് ക്ലിനിക്കൽ സർവീസസ് അവർ ഇൻഹൗസ് ആയിട്ട് കൊടുക്കും, ഇൻഹൗസ് സർവീസ് ആയിട്ട് കൊടുക്കും. ബാക്കിയുള്ള നോൺ ക്ലിനിക്കൽ സർവീസസിന് മാത്രമാണ് അവര് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ഈ ലാർജിലോട്ട് വരുമ്പോഴോ ദേ ഡു നോട്ട് ഔട്ട്സോഴ്സ്. അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം എല്ലാം അവര് അവിടെ ലഭ്യമാക്കും. ക്ലിയർ ആയല്ലോ? അത്രയാണ് നമ്മൾ സൈസിന്റെ കേസിൽ തിരിച്ചത് മൂന്നായിട്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് ലെവൽ ഓഫ് കെയർ ആണ് അല്ലെ. പരിചരണത്തിന്റെ നിലയനുസരിച്ച് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണത്? പ്രൈമറി ഹോസ്പിറ്റല്, സെക്കൻഡറി ഹോസ്പിറ്റല്, ടെർഷ്യറി ഹോസ്പിറ്റൽ അല്ലെ. പ്രാഥമിക പരിചരണം, ദ്വിതീയ പരിചരണം, തൃതീയ പരിചരണം. പ്രൈമറി കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ടത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മനസ്സിൽ ഓർത്താൽ മതി. അവിടെ എന്താണ്? ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ മാത്രമാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ അവർ പറഞ്ഞു. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ്, സീസണൽ ഇൻഫെക്ഷൻ, നോർമൽ ഡെലിവറീസ്, അങ്ങനെയുള്ള കെയറിങ് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്നു. കാര്യം എന്താ? അവർക്ക് അതിന് അത്രയും ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കണ്ടു സെക്കൻഡറി കെയർ വന്നപ്പോൾ പ്രൈമറി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞത്. സെക്കൻഡറി കെയറിൽ വന്നപ്പോ എങ്ങനെയാണ്? കുറച്ചുകൂടി 1 ലെവൽ ഹയർ കെയർ ഇവിടെ കൊടുക്കുന്നുണ്ട്, സെക്കൻഡറി കെയറിന് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങൾ, അതായത് ഇപ്പോ ജനറൽ സർജറി അല്ലെങ്കിൽ അതിസങ്കീർണമല്ലാത്ത ചില സ്പെഷ്യാലിറ്റി സർജറികൾ, പിന്നെന്താ പറഞ്ഞത്, ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയർ, സിസേറിയൻ ഡെലിവറി അവിടെ ചെയ്യുന്നു, സെക്കൻഡറി കെയറിൽ കൊടുക്കുന്നു. അതിന് നമ്മൾ എന്താ എക്സാമ്പിൾ പറഞ്ഞത്? CHC, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്, സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഏതിന്? സെക്കൻഡറി കെയറിന്. ടെർഷ്യറിലോട്ട് വന്നപ്പോ പിന്നെ നമുക്ക് എക്സാമ്പിൾ പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കാണുന്ന മൾട്ടി സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഒക്കെ എന്ത് തന്നെയാണ്? ടെർഷ്യറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ആണ്. അത്രയാണ് അവിടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. ക്ലിയർ ആയല്ലോ? അത്രയേ ഉള്ളൂ അതിനകത്ത് ആ ഒരു പോയിന്റ് കേട്ടോ. ഒരുപാട് കാര്യം വലിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും പോയിന്റ്സ് അത്രയേ ഉള്ളൂ. പിന്നെ നമ്മള് അതിനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ മൂന്നാമത്തെ നമ്മൾ എന്താണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മൾ തരംതിരിച്ചു? സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നും തരംതിരിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു ഓരോ ഹോസ്പിറ്റലുകളും അവരുടെ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ ആ റിസോഴ്സസും ഓർഗനൈസേഷനും ഒക്കെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കിയത്. പിന്നെ നമ്മൾ കണ്ടത് ഓണർഷിപ്പ് അല്ലെ, ഉടമസ്ഥ അവകാശത്തിന് ബേസ് ചെയ്തുകൊണ്ട്. എന്താണ്? സിമ്പിൾ ആണ്. പബ്ലിക് ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. പബ്ലിക് ഹോസ്പിറ്റൽസിന് എന്തൊക്കെയാ നമ്മൾ എക്സാമ്പിൾ കണ്ടത്? ഗവൺമെന്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റൽ. എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, എയിംസ് പറഞ്ഞു, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, PGI അല്ലെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതുപോലെ നമ്മുടെ ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി, പൊതുമേഖല എന്താ പറയാ ആശുപത്രികൾ, ദാറ്റ് മീൻസ് റെയിൽവേ ഹോസ്പിറ്റൽ, അതുപോലെ നമ്മുടെ ESI ഹോസ്പിറ്റലുകൾ, ഇതെല്ലാം തന്നെ പബ്ലിക് ഹോസ്പിറ്റലിന്റെ അണ്ടറിൽ വരുന്നതാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് അങ്ങനെയുള്ളൊരു ഓണർഷിപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അതിനകത്ത് തന്നെ ഫോർ പ്രോഫിറ്റ് ഉണ്ട്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഉണ്ട്. അതായത് ലാഭേച്ഛയോട് കൂടിയുള്ളതുകൊണ്ട് ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ, ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അതിനകത്തൊരു ഫുൾ ഫോം ഉണ്ട് NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്നാണ് അർത്ഥം. അപ്പൊ അതും കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ, ചികിത്സാ രീതിക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അത് നമുക്കറിയാവുന്നതാണ്. അലോപ്പതി ഉണ്ട്, ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി, അങ്ങനെയൊക്കെ നമുക്ക് പല പല ഹോസ്പിറ്റൽസുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടത് ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ, താമസത്തിന്റെ ദൈർഘ്യം. അതിനനുസരിച്ച് നമ്മൾ ഷോർട്ട് സ്റ്റേ രേഷ്മ എന്താണ്? നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. അതെ മോള്, NGO NGO. ഓക്കെ. പിന്നെന്താണ്? ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ, ഒരു പേഷ്യന്റ് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെലവാക്കുന്ന ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. ഏതൊക്കെയാണത്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും അല്ലെ. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലും ലോങ് സ്റ്റേക്ക് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു പോയി. ഏതൊക്കെയായിരുന്നു? പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്, മെന്റൽ ഹോസ്പിറ്റൽ സെന്റർ, അതൊക്കെ എന്താണ്? അതുപോലെ ജെറിയാട്രിക് കെയർ സെന്റർ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളത്. അതെല്ലാം തന്നെ എന്താണ്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ 6 ഫാക്ടർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് അബ്രീവിയേഷൻസ് നമ്മൾ കണ്ടിരുന്നു. PHC എന്ന് പറഞ്ഞാൽ പഠിച്ചു വെക്കണം കേട്ടോ, മനസ്സിലാക്കി വെക്കണേ. പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം.
അതുപോലെ CHC നിങ്ങൾക്കറിയാലോ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. FHC എന്ന് പറഞ്ഞാല് ഫാമിലി ഹെൽത്ത് സെന്റർ. പിന്നെ CPHC മീൻസ് കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. പിന്നെ SWAD ആണ് കേട്ടോ, SWAAB, അതായത് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. COPD, എയർവേ ഡിസീസസിന് എക്സാമ്പിൾ ആണ് ഈ ആസ്മ, COPD ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. COPD എന്ന് വെച്ചാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ്. പിന്നെ ASH, ആശ അല്ലെ, ആശ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. AWW എന്ന് പറഞ്ഞാൽ അംഗൻവാടി വർക്കർ. WHSNC മീൻസ് വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കാണ് കേട്ടോ. ഇനി മിക്കവാറും പുതിയൊരു ചാപ്റ്റർ ആയിട്ടായിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ നല്ലപോലെ വായിക്കാം, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ചോദിച്ചു? ഒന്നും കൂടി ഒന്ന് പറയോ? എന്താണ് മോളെ ക്വസ്റ്റ്യൻ? ഏതായിരുന്നു? CPHC ഇല്ലേ, അതിന് എക്സാമ്പിൾ ഒന്നുകൂടെ പറയോ? അയ്യോ ഞാൻ കേട്ടില്ല. ഏതാണ്? CPHC. അതിന് എക്സാമ്പിൾ കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ ആണ്. കുറച്ചും കൂടി സമഗ്രമായിട്ടുള്ള രീതിയിൽ പ്രൈമറി ഹെൽത്ത് കെയർ കൊടുക്കാം. CHC പോലെയൊക്കെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ പോലെ. അതായത് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ അണ്ടറിൽ 5 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വരും. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മെഡിക്കൽ കെയർ, അത് കുറച്ചും കൂടി കോംപ്രിഹെൻസീവ് ആയിട്ട് കൊടുക്കും, കുറച്ചുകൂടി സമഗ്രമായിട്ടുള്ള രീതിയിൽ കൊടുക്കും. മനസ്സിലായോ? അതാണ് CHC ഒക്കെ അതിനകത്ത് വരും. കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് അതൊക്കെ അല്ലേ CHC ഒക്കെ. CPHC എന്ന് പറയുമ്പോൾ തന്നെ കോംപ്രിഹെൻസീവ് ആണ് പ്രൈമറി ഹെൽത്ത് കെയർ. പ്രൈമറി ഹെൽത്ത് കെയർ കുറച്ചും കൂടി കോംപ്രിഹെൻസീവ് ആയിട്ട്, കുറച്ചും കൂടി സമഗ്രമായിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നതാണ്. CHC ഒക്കെ പറയാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഒക്കെ പറയാം. മനസ്സിലായോ? സ്റ്റെപ്പ് വൈസ് എക്സാമ്പിൾ ഒന്നുകൂടെ പറയോ? ഏതാണ് സ്റ്റെപ്പ് വൈസ്? chronic. എയർവേ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസ്മയുള്ള അസുഖങ്ങൾ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ എയർവേ ഡിസീസിലേക്കുള്ള ഘട്ടഘട്ടമായിട്ടുള്ള സമീപനം എന്നാണ് അതിന്റെ അർത്ഥം. മീൻസ് അതിന് കറക്റ്റ് മലയാളം പറയുകയാണെങ്കിൽ എയർവേ ഡിസീസസ് എന്ന് പറയുന്നത് ആസ്മ പോലുള്ള അസുഖങ്ങൾ. COPD ഇല്ലേ, ഈ പറഞ്ഞ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എക്സാമ്പിൾ ആണ്. താങ്ക് യു. അപ്പൊ ഒരു 1-2 കാര്യങ്ങൾ ഞാൻ ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് അറിയാൻ പറ്റും. മാം ടെർഷറി കെയർ പറയോ? എന്താണ് ടെർഷറി കെയർ? ടെർഷറി കെയർ പറയുമോ? ഈ മെസ്സേജ് ഇടോ? ക്ലിയർ ആയില്ല പറഞ്ഞത്. ഗൂഗിൾ ക്ലാസ് റൂമിൽ എടുത്തിട്ടോ. ടെർഷ്യറി കെയർ ആണോ മോളെ ഷെഹിന? ടെർഷ്യറി കെയർ ആണോ? അതായത് തൃതീയ പരിചരണം കേട്ടോ. തൃതീയ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ടെർഷ്യറി കെയർ എന്ന് പറഞ്ഞാല് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കാം. അതായത് കുറച്ചുകൂടെ ഹൈ എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത്തരം ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ഏതാണ്? നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അവർക്ക് കൊടുക്കാൻ അതുകൊണ്ട് മെഡിക്കൽ കോളേജ് ആണ് അതിന് എക്സാമ്പിൾ. മെഡിക്കൽ കോളേജ് നമ്മള് പ്രൈമറി കെയറിന്റെ എക്സാമ്പിൾ പറഞ്ഞു, പ്രാഥമിക ആരോഗ്യ. സെക്കൻഡറി കെയറിന്റെ പറഞ്ഞു CHC, അതുപോലെ തന്നെ മറ്റേ ഡിസ്ട്രിക്ട് ആശുപത്രി, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്. ടെർഷ്യറി കെയറിന് നമ്മൾ പറയുന്നത് മെഡിക്കൽ കോളേജ് ഓർക്കാൻ മതി. മെഡിക്കൽ കോളേജ് എല്ലാ എക്യുപ്മെന്റ്സ് അവിടെ ഹൈലി അഡ്വാൻസ്ഡ് അല്ലേ.
ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഒരുപാട് നല്ലൊരു ചിത്രം നമുക്ക് ഇതിലൂടെയാണ് എക്സാമിന് നോക്കുന്നത്. ക്ലിയർ ആയോ? ടീച്ചർ ഇപ്പൊ എടുത്ത സബ്ജക്റ്റിന്റെ പേരെന്താണെന്ന് പറഞ്ഞ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ 4 ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് കിട്ടിയാ? ഇനി ഏത് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ? ക്ലിയർ ആവുന്നില്ല പറയുന്ന ആളൊരു മറ്റെല്ലാവരും മ്യൂട്ട് ചെയ്യോ? അടുത്ത ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആണ് എടുക്കുക? അടുത്ത ക്ലാസ്സിൽ ലബോറട്ടറി സർവീസസ് ആയിരിക്കും കേട്ടോ തുടങ്ങാം. ലബോറട്ടറി സർവീസസ് അതിന്റെ ചാപ്റ്ററിന്റെ നമ്പർ ലബോറട്ടറി സർവീസസ് കേട്ടോ എന്തായിരിക്കും. മോക്ക് ടെസ്റ്റ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ നോക്കി, അവിടെ കാണുന്നില്ല. ക്ലാസ്സസ് മാത്രമേ കാണുന്നുള്ളൂ. ആണോ? ചാപ്റ്റർ 18 ലബോറട്ടറി സർവീസ്. ക്ലാസ്സസിന്റെ തൊട്ട് മുകളിൽ ന്യൂ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഓക്കെ. ചാപ്റ്റർ 18 എക്സാം എപ്പോഴുണ്ടാവും? എന്തോ എക്സാം അതിന്റെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതപ്പോ ഉണ്ടാവും. ഉണ്ടാവും കേട്ടോ. മോക്ക് ടെസ്റ്റ് തരൂ കേട്ടോ നിങ്ങൾക്ക്. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതിപ്പോ എപ്പോഴാ വൈകുന്നേരം ആകുമ്പോഴേക്ക് വരും മോക്ക് ടെസ്റ്റിന്റെ? മോക്ക് ടെസ്റ്റ് ഞാൻ അവരോട് ചോദിക്കട്ടെ കേട്ടോ, ടെക്നിക്കലാരോടൊന്ന് ചോദിച്ചിട്ട് പറയാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മോക്ക് ടെസ്റ്റിന്റെ, അതാ ഞാൻ ചോദിച്ചത്. ആണോ? നിങ്ങളൊന്നും കൂടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറി നോക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ശരി, ഇന്നത്തെ ക്ലാസ് ഒക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലബോറട്ടറി സർവീസസ് ഈ ക്ലാസ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇനിയൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നാളെയാണ് വരുന്നത്. അതെ അതെ അതെ. അത്യാധുനിക സ്റ്റേറ്റ് ഓഫ് ആർട്ട് അല്ലേ അല്ലേ ചോദിച്ചേ? സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞ പ്രയോഗം അല്ലെ, അതിന്റെ അർത്ഥം അത്യാധുനിക നൂതന സാങ്കേതിക വിദ്യയോടുകൂടി കേട്ടാ. ഇതാണ് അതിന്റെ അർത്ഥം. ഇനി ആ വേർഡ്, അതുപോലെ ഒരു പുതിയ വേർഡ് നിങ്ങൾ കേട്ടല്ലോ, എയിൽമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് കിട്ടിയില്ലേ നിങ്ങൾക്ക്? എയിൽമെന്റ്, AILMENT, പുതിയ വേർഡാണ് കേട്ടാ. അസുഖം എന്നാണ് അർത്ഥം. അസുഖം നിങ്ങളുടെ വൊക്കാബുലറിയിലേക്ക് എടുത്തിട്ടോ ആ വേർഡ്സ് ഒക്കെ. ചില പുതിയ വേർഡ്സ് ഒക്കെ കിട്ടുമ്പോ കളയണ്ട, എഴുതി വെച്ചോ. ശരി, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ടേക്ക് കെയർ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, Miss.